നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. മൗദൂദിയുടെ പ്രത്യയശാസ്ത്രം ജനകീയമാക്കാനുള്ള നീക്കത്തിലാണ് കേരളത്തിൽ സോളിഡാരിറ്റി. ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയും വികാസവും എന്ന വിഷയത്തിൽ മലപ്പുറത്താണ് ചർച്ചാ സദസ്സ് സംഘടിപ്പിക്കുന്നത്. മൗദൂദി ഇന്ത്യയിലെ ഒരു നവോത്ഥാന നായകനാണ് എന്നാണ് വാദം. ഇസ്ലാമിക രാജ്യം ലക്ഷ്യമിടുന്ന ആ നവോത്ഥാനം കേരളം അംഗീകരിക്കുമോ? മൗദൂദി ആരെന്ന് ജനങ്ങൾ അറിയട്ടെ എന്ന് സോളിഡാരിറ്റി പറയുമ്പോൾ കേരളം ശരിക്കും തിരിച്ചറിയുമോ മൗദൂദിയെ? സംസ്ഥാനം രണ്ട് നിർണായക തെരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങുമ്പോൾ ജമാഅത്തിൻ്റെ രാഷ്ട്രീയ നീക്കം എന്ത്? ജമാഅത്തെ ഇസ്ലാമി വർഗീയ ശക്തിയോ മതരാഷ്ട്രവാദിയോ അല്ലെന്ന സർട്ടിഫിക്കറ്റ് നൽകുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അത് ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മാത്രം നൽകിയതാണോ? ആ പിന്തുണ ഇന്നും തുടരുന്നുണ്ടോ? വെൽഫെയർ പാർട്ടിയുടെ UDF പ്രവേശനം സാധ്യമാകുമോ? കേരളം ഭയക്കണോ ജമാഅത്തെ രാഷ്ട്രീയത്തെ? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, ശ്രീ മുഹമ്മദ് മഞ്ചേരി, വെൽഫെയർ പാർട്ടി UDF ബന്ധം ശക്തിപ്പെടും എന്ന് കരുതാനാകുമോ? നമസ്കാരം സാറേ. നമസ്കാരം. അതെ, അവര് മൗദൂദി പറഞ്ഞാലും മറ്റേ സോളിഡാരിറ്റി എന്നൊക്കെ പറഞ്ഞാലും അത് ഒരു പാർട്ടിയാണ്. അതിൽ വലിയ ആളെ പറ്റിയാണ് പറയുന്നത് അവര്. അവരാണെങ്കിൽ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ജമാഅത്ത് ഇവിടെ നമ്മളെ നിലമ്പൂരൊക്കെ പരിപൂർണമായിട്ട് പിന്തുണ കൊടുത്തിട്ടുണ്ട് UDFന്. അപ്പൊ ഇനി പിന്തുണ കിട്ടും എന്നുള്ളവർക്കാണ് സതീശൻ പറയുന്നത്. ഇനി അത് സതീശൻ സാറ്. അപ്പൊ ഇനി അത് എങ്ങനെ വരികയെന്ന് പറയാൻ പറ്റൂല. ഏതായാലും പോലെ ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാധാകൃഷ്ണൻ വൈറ്റില നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ വൈറ്റില, ഈ അബ്ദുൾ മൗദൂദിയുടെ പ്രത്യയശാസ്ത്രം ജനകീയമാക്കാനുള്ള ഒരു ചർച്ചയാണ് സോളിഡാരിറ്റി ഇന്ന് സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയും വികാസവും എന്ന വിഷയം അവതരിപ്പിക്കുന്നത്. മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് സംവാദം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് കുറെ കൂടി ശക്തി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. അവരുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുടെ UDF പ്രവേശനം സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇതെന്ത് നീക്കമുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ജോസ് ഇടുക്കിയിൽ നിന്ന് എന്നോടൊപ്പം ചേരും. ജോസ് സാറേ നമസ്കാരം. നമസ്കാരം. ഈ മൗദൂദികളെ എന്ന് പറഞ്ഞാൽ ഈ ജമാഅത്തെ ഇസ്ലാമി SDP ഇവരെല്ലാവരും ഒന്നാണ്. ഇവര് UDF കയറാൻ വേണ്ടിയിട്ട് കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അടുത്ത കാലത്താണെങ്കിൽ നമ്മുടെ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ SDP മൗദൂദിക്കാരെല്ലാം ഉറഞ്ഞുതുള്ളി. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അവർ ഉറഞ്ഞുതുള്ളി. ഇതെല്ലാം കണ്ടിട്ട് ഷാഫി പറമ്പിലാണ് ഇതിന്റെ ഇടനിലക്കാർ UDF ആട് കയറുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പം അവർ കൊണ്ടുവന്നിട്ട് അവരുടെ ഒരു ധാരണ ഈ NSSകാർ ഇപ്പൊ പോകാൻ കാരണം UDFിൽ നകലാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരുടെ ആഗ്രഹം ജമാഅത്തെ ഇസ്ലാമിയും മൗദൂദികളെല്ലാം വന്നു കഴിഞ്ഞാല് കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹിന്ദു സമൂഹത്തിനൊന്നും യാതൊരു വിലയില്ലാണ്ടാവും. SNDPക്കാരനും NSSകാരനും പിന്നെ അതുപോലെ ഹരിജൻ അല്ലെങ്കിൽ പട്ടികജാതിപ്പെട്ട വിഭാഗങ്ങൾക്ക് ആർക്കും ഒരു നിലവില്ലാണ്ടായി പോകും. അവർ ആ ഒരു അവസ്ഥയിലേക്ക് UDF പോകുന്നു. അതുകൊണ്ടാണ് ഇവരൊന്നും NSSനെ വേണ്ട, മറ്റേ SNDPനെ വേണ്ടാന്ന് പറഞ്ഞ് സതീശൻ വെല്ലുവിളിച്ച് നടക്കുന്നത്. അപ്പം ഭാവിയില് ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. UDFന് അധികാരം കിട്ടാൻ ഇതല്ലാണ്ട് വേറെ മാർഗമില്ല. ക്രിസ്ത്യൻ മേഖലയിൽ അവർക്ക് എതിർപ്പ്. ഓക്കെ, സൗണ്ടിൽ എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, പ്രദീപ് എന്നോടൊപ്പം ചേരുന്നത് ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ പ്രദീപ്, പ്രദീപ് കുറെ ദിവസമായി വിളിച്ചിട്ടുണ്ടോ അല്ലേ? അത് ഞാനുമായിട്ട് സംസാരിച്ചിട്ട് ശരി. അപ്പൊ ഇതിപ്പോ രണ്ട് പാർട്ടിയും കയറിയിട്ടുണ്ട്, നുഴഞ്ഞു കയറിയിട്ടുണ്ട്. രണ്ട് പാർട്ടിയും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടും SDP രണ്ട് പാർട്ടി എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. ഓഹോ, ഒരു നവോത്ഥാന നായകരായി മൗദൂദി കേരളത്തിൽ അവതരിക്കപ്പെട്ടാൽ അത് കേരള ജനത അംഗീകരിക്കുമോ? ഓട്ടെ, മുസ്ലിം ലീഗോ മുസ്ലിം ജനവിഭാഗങ്ങളോ ഇത് അംഗീകരിക്കുമോ? മുസ്ലിം ലീഗ് ഒന്നും അനങ്ങാണ്ടിരിക്കുള്ളൂ. ഇത് ഒരു 10-15 വർഷം കഴിഞ്ഞാൽ കേരളം എങ്ങനെ എന്താവും എന്നുള്ളത് ദൈവത്തിനറിയാം. ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് ഇവർ അംഗീകരിക്കുക. പക്ഷെ ഇവിടെ കേരളത്തിലെല്ലാം നല്ല വളമിട്ട് കൊടുക്കാനുള്ളൂ. ഒരു കുഴപ്പമില്ല. ഏത് പാർട്ടിയാണെങ്കിലും ഒരു കേസ് പോലും ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. എന്ത് കൊലവളി നടത്തിയാലും കുഴപ്പമില്ല. അതാണ് ഇപ്പൊ വരാൻ പോണ അവസ്ഥ. LDFിൽ UDFമാരുണ്ട്. എന്നോടൊപ്പം ന്യൂയോർക്കിൽ നിന്ന് പ്രദീപ് ചേരുന്നുണ്ട്. പ്രദീപ്, ന്യൂയോർക്കിൽ ഷട്ട് ഡൗൺ ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് ക്രൈസിസ് ആണ്. അങ്ങനെയുള്ള
വാർത്തകളൊക്കെ പുറത്തു വരികയാണ്. അപ്പോൾ അവിടെ പലർക്കും ജോലി നഷ്ടപ്പെടുന്നു, ശമ്പളം കിട്ടുന്നില്ല. പ്രദീപ് എന്താണ് അതിനെ മനസ്സിലാക്കുന്നത്? വലിയ പ്രയാസമുണ്ടോ പ്രദീപേ? നമസ്കാരം മിസ്റ്റർ മനു. നമസ്കാരം. എന്താ പറയണ്ടേ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, നമ്മള് ഇവിടത്തെ ആൾക്കാർ പോലും അറിയാത്ത കാര്യങ്ങൾ നാട്ടിലെ ന്യൂസാണ്. അത് ശരി, അവിടെ അറിഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾ മിസ്റ്റർ മനു, ഇവിടെ 1 കിലോ ആപ്പിളിന് ഇപ്പോഴും ഒരു ഇച്ചിരി വ്യത്യാസം ഓരോ സാധനങ്ങളല്ലേ. ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഓരോരോ സാധനങ്ങൾ ഇദ്ദേഹം ട്രംപ് കൊണ്ടുവന്ന കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഈ ന്യൂയോർക്കിൽ അധികം ഞാൻ ഇവിടെ നിൽക്കാറില്ല, കൂടുതലും ബെർമുഡ ഞാൻ പറഞ്ഞില്ലേ, ബാക്കി വയ്ക്കുന്ന സ്ഥലങ്ങളുണ്ട്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഇവിടെ ബെസ്റ്റ് ബൈയിലോ പ്രൈസ് റൈറ്റിലോ ഷോപ്പ് റൈറ്റിലോ നമ്മൾ എവിടെ പോയി സാധനം വാങ്ങിയാലും അവിടെ ഒരു 2%, ഐ മീൻ ലൈക്ക് ഒരു $2 സംതിങ് ലൈക്ക് അങ്ങനെ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. അതൊന്നും ഒരു വലിയ വിഷയമായിട്ട്. പിന്നെ നമുക്ക് എനിക്കൊന്ന് ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട് വേറെ കുറെ, നൈക്കോ, പിന്നെ റീബോക്ക്, പിന്നെ അങ്ങനെ കുറച്ച്, പിന്നെ നമ്മുടെ ഈ കിറ്റക്സ്. അല്ല, അത് ഞാൻ പറയുന്നത് താരിഫ്, അത് അവിടെ വലിയ വിഷയമുണ്ടാക്കില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഷട്ട് ഡൗൺ അവിടെ ഉണ്ടായല്ലോ, ഗവൺമെന്റ് ഷട്ട് ഡൗൺ. ഇത് കാലകാലങ്ങളായിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നത് 10-22 വർഷത്തെ ഇടയ്ക്കിടയ്ക്കൊക്കെ സംഭവിക്കാറുള്ളതാണ്. അപ്പൊ ഈ 6 വർഷത്തിൽ നടന്നില്ല എന്നേ ഉള്ളൂ, അതിനു മുമ്പേ നടന്നിട്ടുണ്ട് ഇത് പലതവണ. ഇത് പലരുടെയും കാലഘട്ടത്തിൽ, എനിക്ക് തോന്നുന്നു ബിൽ ക്ലിന്റന്റെ കാലഘട്ടത്തിൽ നടന്നു അല്ലേ, ഡെമോക്രാറ്റുകളുടെ കാലഘട്ടത്തിലൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ ഓർക്കണില്ല എന്തായാലും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇതൊന്നും വലുതായിട്ട് ജനങ്ങളങ്ങനെ ഒരു ബാധിക്കണില്ല മിസ്റ്റർ മനു. ഞാനത് ഈ ന്യൂസിൽ കാണുമ്പോൾ ഞാനും ആലോചിക്കും അങ്ങനെയൊക്കെ വലിയ പ്രശ്നമുണ്ടോ. ഇപ്പൊ ഇവിടെ നമ്മൾ തന്നെ വാൾമാർട്ടിന്റെ സ്ട്രീറ്റിൽ പോയി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അതൊരു വലുതായിട്ട് ഫീൽ ആവില്ല. പക്ഷെ ആ പ്രൈസ് ഒരു $2 സംതിങ് ലൈക്ക് ഡിഫറൻസ് അതിനകത്ത് പല പ്രോഡക്റ്റുകൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഐ എം നോട്ട് എ ഗവൺമെന്റ് എംപ്ലോയി ഹിയർ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നമുക്കത് ബാധിക്കണുണ്ടോ, അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒരു വെൽഫെയർ ഓർഗനൈസേഷൻ അല്ലാത്തത് കൊണ്ട് നമുക്ക് ബാധിക്കണ്ടേ ആയിരിക്കാം. ഞങ്ങളൊന്നും അത് ബാധിക്കാറില്ല. അത് മാത്രമല്ല എക്സ്പെഷ്യലി ഞാൻ ഓൾ ടൈം ഇവിടെ അല്ല, അതുകൊണ്ട് എന്നെ അധികം ഉണ്ടായിരിക്കത്തില്ല. എനിക്കറിയത്തില്ല, അതുപോലെ എനിക്കറിയുന്നുള്ള ഒരു ഇന്ത്യക്കാർക്കും ജോലി പോയതും അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, നമസ്കാരം. ഇവിടെ ഒരു മലപ്പുറത്ത് ഒരു പരിപാടി നടക്കുന്നു. അവിടെ ഒരു ചർച്ച സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ചർച്ചയുടെ പിന്നാമ്പുറ കഥകൾ എന്താണെന്ന് ചോദിച്ചാൽ, മൗദൂദിയെ ഒരു നവോത്ഥാന നായകനായി അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആളുകൾ തിരിച്ചറിയട്ടെ മൗദൂദിയെ എന്ന് പറയുന്നു. ഇസ്ലാമിക പണ്ഡിതനായിരുന്നല്ലോ അബ്ദുൽ അല മൗദൂദി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ 1941 അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത്. മറ്റു രാജ്യങ്ങളിൽ തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും ഇന്ത്യയിൽ അവർ വ്യത്യസ്തമായൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ ഈ സംഘടനയ്ക്ക് വേരുകൾ ശക്തമാകും എന്ന് കരുതേണ്ടതുണ്ടോ പ്രദീപ്? ഈ നവോത്ഥാന എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത്, എനിക്ക് തോന്നുന്ന നവോത്ഥാനം എന്ന് ഉദ്ദേശിക്കുന്നത് മലയാളത്തിലെ റെവല്യൂഷണറി അങ്ങനെ വല്ല ആണോ എനിക്കറിയത്തില്ല. റിഫോമേഴ്സ് ആണല്ലോ, സോഷ്യൽ റിഫോമർ, അതാണല്ലോ ഒരു സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രവർത്തനങ്ങളാണല്ലോ നവോത്ഥാനം. അല്ല, എന്ത് ഇതാണ് സമൂഹത്തിന് എന്റെ അറിവിലില്ല. ഞാൻ നാട്ടിലുണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഇദ്ദേഹം എന്ത് ഇതാണ് സമൂഹത്തിന് കൊടുത്തത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ്. അപ്പൊ ഞാൻ വിളിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിഷയം, ഇദ്ദേഹം ഈ ഒരു സംഘടനയുടെ ഭാഗമാണെന്ന് തോന്നുന്ന സമസ്തയോ അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് ഈ ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ഒരിത്. എന്റെ പേരെന്തോ മനുപ്പ് പറഞ്ഞായിരുന്നു. ജമാഅത്തെ. കറക്റ്റ്, ജമാഅത്തെ. ഈ ജമാഅത്തെ ആണല്ലോ ഇന്ത്യക്കെതിരെ ഇപ്പോ പ്രവർത്തിക്കുന്നത്. ഈ ജമാഅത്തെ ആണല്ലോ അവിടെ അട്ടിമറി നടത്തി അവിടുത്തെ സർക്കാരിനെ താഴെയിട്ട് പുതിയ യൂനിസിന്റെ കെയർ ഓഫിൽ ഒരു പുതിയ വന്നു. ഇന്ത്യക്കെതിരെ, ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന സഹോദരൻ പോലായിരുന്ന ഒരു രാജ്യത്തെ ഇന്ത്യക്കെതിരാക്കിയത് ഈ പ്രസ്ഥാനമല്ലേ. അതിന്റെ ഇപ്പൊ പിന്നെ അത് അങ്ങനെ ഒരു മതസംഘടനകൾ ഏതായാലും ഇപ്പൊ എന്റെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ കേരളത്തിൽ കഷ്ടം ലജ്ഞ തോന്നുന്നു ഈ VD സതീശനെ കുറിച്ച് ആലോചിക്കും. ഞാനൊക്കെ അദ്ദേഹം രണ്ടാമത് അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് കേരളത്തിൽ ഈ കോൺഗ്രസ്. ഇതേപോലെ ഓരോരോ പാർട്ടി ഈ മത നേതാക്കന്മാരെ വാഴ്ത്തിപ്പാടി അവരുടെ പിന്നാമ്പുറത്ത് പോയി തിണ്ണനിരങ്ങി അവരെ സുഖിപ്പിച്ച് അതിൽ നിന്ന് കുറെ വോട്ടുണ്ടാക്കി അധികാരത്തിലാണോ വരേണ്ട? ഇവർക്കെല്ലാം ഇപ്പൊ മറ്റത് ഇടതുപക്ഷം ഇരിക്കുന്നു, NSSന്റെ കാല് നക്കുന്നു, SNDPയുടെ കാല് നക്കുന്നു. ഈ മത ജാതി ആൾക്കാരുടെ കാല് നക്കിയാണോ നിങ്ങൾക്ക് അധികാരത്തിൽ തുടരേണ്ടതും വരേണ്ടതും? നിങ്ങൾക്ക് വേറെ ഒന്നുമില്ലേ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അല്ലെങ്കിൽ നടത്തിയ ഞങ്ങൾ ഇതൊക്കെയാണ് ചെയ്തതെന്ന് പറയാൻ വേണ്ടി LDFിനില്ല. ഇനി ഞങ്ങൾ വന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യും, ഇതാണ് LDFിന്റെ കുറിച്ച് കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ ആ ചെയ്ത ദോഷങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടല്ലേ അടുത്തൊരു ഭരണത്തിൽ വരേണ്ട? അതോ ഇതേപോലെ കാല് നക്കിയും അവരെ വാഴ്ത്തിപ്പാടിയാണോ?
ഇതൊക്കെ കൊണ്ടാണ് മിസ്റ്റർ മനു എനിക്കൊരു ഭയങ്കര വിഷമം. നമ്മുടെ നാട് എവിടെയാണ് പോണേന്ന്. പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റുകൾ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടോ ആ നാട്. ഇന്നലെ തന്നെ 2 ജൂതന്മാരെ കുത്തിക്കൊന്നിട്ടുണ്ട് ലണ്ടനിൽ. നിങ്ങൾ അറിഞ്ഞാണോന്തോ? കേരളത്തിൽ ഇതൊന്നും വാർത്തയാവാറില്ല. അതിൽ 3 പേര് ക്രിട്ടിക്കലായിട്ട് ആശുപത്രിയിലാണ്. ഏതൊക്കെ രാജ്യങ്ങളിൽ അവരെല്ലാം കുടിയേറിയിട്ടുണ്ട് ആ രാജ്യങ്ങളിലെല്ലാം എക്സ്ട്രീമിസവും തീവ്രവാദവും വളരെയധികം ബാധിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ അടുത്ത തലമുറ എവിടെ പോകുന്ന ആലോചിക്കുമ്പോൾ വളരെ വിഷമമാണ്. എനിവേ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ അതാണ് പ്രദീപ് ന്യൂയോർക്കിൽ നിന്ന് വിളിക്കുക. അപ്പോൾ അവിടെ ഞാൻ വിചാരിച്ചു ഈ ഗവൺമെൻറ് ഷട്ട് ഡൗൺ ഒക്കെ വലിയ പ്രശ്നമായി ആളുകളൊക്കെ പ്രതിസന്ധിയിലാകുന്നു. അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് പ്രദീപ് പറയുന്നത്. അപ്പോൾ അരവിന്ദൻ പറയുന്നത് സവർക്കർ ഫേമസ് ആയില്ല, അതുപോലെ ആകട്ടെ എന്നാണ് പറയുന്നത്. ക്രിസ്ത്യൻ ഒരാളെ കൊണ്ടുവരട്ടെ, അപ്പോൾ എല്ലാ മതക്കാർക്കും ഓരോരുത്തരെ ഫേമസ് ആക്കാൻ കഴിയുമെന്നൊക്കെയാണ് അരവിന്ദൻ്റെ മറുപടി. ഓക്കെ, ശരി. അപ്പോൾ ദിവാകരൻ എന്നോടൊപ്പം ചേരുന്നത് തലശ്ശേരിയിൽ നിന്നാണ്. ശ്രീ ദിവാകരൻ, ദൈവവിശ്വാസി മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രവൃത്തി ചെയ്യുന്ന ആളാണ് യഥാർത്ഥ ദൈവവിശ്വാസി. അതേപോലെ മതത്തിൽ അന്ധമായിട്ടുള്ള വിശ്വസിച്ചിട്ട് ആ മതത്തിന്റെ പേരിൽ ഒരു ഭ്രാന്തമായി ജീവിതം നയിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. പിന്നെ മതനേതാക്കന്മാരെ ചില കാര്യത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിടിക്കുന്നത് സ്വാഭാവികമാണ്. അത് കോൺഗ്രസ്, മാർക്സിസ്റ്റ് പാർട്ടി, മറ്റുള്ള BJP എല്ലാവരും അങ്ങനെയുള്ള ചില കാര്യത്തിന് അവരവരെ കാര്യം. നമുക്ക് സമയം അതിക്രമിച്ചുകൊണ്ടാണ് ഞാൻ ചുരുക്കുകയാണ്. അപ്പോൾ വർഗീസ് തലശ്ശേരിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. വർഗീസ്, നമുക്ക് ചുരുങ്ങിയ വാക്കുകളിൽ ഈ UDFൻ്റെ ഈ പിന്തുണ ജമാഅത്തേക്ക് ഗുണം ചെയ്യുമോ? അവരെ കൂടുതൽ കരുത്തരാക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ വർഗീസിലേക്ക് വരാം. സജീവ് എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. സജീവ്, എറണാകുളത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഞാൻ ടെലിഫോണിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം നടക്കുന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ച് രംഗത്തെത്തിയത്. അപ്പോൾ അന്ന് UDFന് അവർ പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ നേരത്തെ LDFന് അവർ പിന്തുണ നൽകിയതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളുമൊക്കെ ചർച്ചയായി വരികയും ചെയ്തു. അപ്പോൾ ഏതായാലും ഇന്ന് നടക്കുന്ന സോളിഡാരിറ്റി പരിപാടിയെക്കുറിച്ച് ഒരു പ്രതികരണത്തിന് കോൺഗ്രസ് തയ്യാറായിട്ടില്ല. പക്ഷേ മുസ്ലിം ലീഗ് അതീവ ജാഗ്രതയോടെ ഈ വിഷയത്തെ ഉറ്റുനോക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് ഇത്തരം നിലപാടുകളോട് കൃത്യമായി യോജിക്കുന്നില്ല. പക്ഷേ അത് ഒരു വളരെ ലീഗിനകത്ത് തന്നെ ഈ വിഷയം ചർച്ചയാകുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും സന്തോഷ് എന്നോടൊപ്പം ചേരുന്നത് കാസർഗോഡ് നിന്നാണ്. സന്തോഷ്, ഇത് തൃക്കരിപ്പൂർ നിന്നാണോ വെള്ളരിക്കുണ്ട് നിന്നാണോ അതോ ചെറുവത്തൂർ നിന്നാണോ? ചെറുവത്തൂർ. തൃക്കരിപ്പൂരില്ല, കോഴിക്കോട്. കോഴിക്കോട് ഇപ്പൊ ഒരു 4-5 സന്തോഷം പുതിയത് വന്നിട്ടുണ്ട്. ഇപ്പൊ കൊല്ലത്തുണ്ട്, കോഴിക്കോടുണ്ട്, ഒക്കെ നമ്മള് പ്രേക്ഷകരായിട്ടുണ്ട്. ഇപ്പൊ സന്തോഷം, അതാണ് സന്തോഷ്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അത് സന്തോഷകരമായ ഒരു കാര്യമാണ്. സന്തോഷുകൾ എന്ന പേരുള്ളവരുടെ എണ്ണം നമ്മുടെ പൊതുവേദിയിൽ. ഇന്നലെ മനസ്സാർ തന്നെ ഒരാളോട് പറയുന്നുണ്ടായിരുന്നു കാസർഗോഡത്തെ സന്തോഷാണോ ചെറുവത്തൂർ എന്നുള്ള കേട്ടിരുന്നു. അതെ, ശരി. ഇന്നലെ ഒരു സന്തോഷം കോഴിക്കോട് നിന്നാണ് വിളിച്ചത്. ഞാൻ ഇന്നലത്തെ പിന്നെ അത് വിളിക്കാതിരുന്നത്. അതിനെ കുറിച്ച് എനിക്ക് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചില്ലാന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ നമ്മളെ ചർച്ച മിക്കവാറും പോറ്റി പറ്റിച്ചതാര്, അയ്യപ്പനെയോ ഭക്തരെയോ എന്നുള്ള ചോദ്യമായിരിക്കും ഞാൻ വിചാരിച്ചത്. അത് നമ്മൾ വൈകുന്നേരം വേറെ ഒരു തരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് അത് അടുത്ത ദിവസം എടുക്കാം. നമ്മളിപ്പോ അയ്യപ്പൻ ഒരുപാട് എടുത്തു. അതെ, എടുത്തു. അല്ല, ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഒരു അടിക്കുറിപ്പോടെ വരുമെന്ന് വിചാരിച്ച. പോറ്റി പറ്റിച്ചതാര്, അയ്യപ്പനെയോ ഭക്തരെയോ, തിരിച്ചു പറ്റിച്ച അയ്യപ്പൻ. അത് പോറ്റിയുടെ കാര്യം കഥയൊക്കെ പുറത്തൊരു ഭയങ്കര രസമായിട്ട് ഞാൻ വിചാരിക്കുന്നത്. ഈ ജയറാമിനൊക്കെ ഇത് എന്ത് പറ്റി, ദൈവത്തെ ഒന്ന് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ ഇതേ ആഗ്രഹിക്കും. വലിയ കലാകാരനാണ്, ഞങ്ങളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ ഈ ഇതിൻ്റെ ഇത് പോകുമ്പോൾ ഇത്തരം തട്ടിപ്പുകാർക്ക് ചെന്ന് തലവെച്ച് കൊടുക്കുന്നത്, ഇദ്ദേഹം സിനിമയിലൊക്കെ വലിയ ആദർശ ധീരനെയൊക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത് കുറച്ചെങ്കിലും ഒക്കെ ഒരു ഇതുണ്ടാകുന്നു. അപ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഈ അയ്യപ്പനെ വീട്ടിൻ്റെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി വെക്കാം കുറച്ച് പൈസയുള്ളവർക്ക് എന്ന ധാരണയാണ്. ഞാനിത് വേറൊരു സ്വാമി ഇതുപോലെ മുമ്പുണ്ടായിരുന്നു കേട്ടോ. പുള്ളി ഇതുപോലെ പല ആളുകൾ അവിടുത്തെ ഏജൻറ്റുമാരൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ചെന്ന് ഇടിഞ്ഞു കയറുകയാണ്. എന്നിട്ട് സമ്പന്നരായ ആളുകളെ ഇടനിലക്കാരായിട്ടൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. ഭയങ്കര രസമാണ് അവിടുത്തെ പരിപാടി. ഒരു സ്വാമി എനിക്കറിയാം, അദ്ദേഹം ഞാനതിൻ്റെ ചില വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഈ മകരവിളക്ക് തെളിയിക്കുന്നിടത്ത് ചെന്ന് പുള്ളി പൂജയൊക്കെ സ്വന്തം നിലയ്ക്ക് നടത്തുകയാണ്, ആളുകളെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട്. അതെ, ഇത് ഈ പിന്നെ ആത്മീയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മുതലെടുക്കാൻ പറ്റുന്നത്, ഭക്തരെ മുതലെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ആത്മീയ കാര്യങ്ങൾ. എന്നിട്ട് അന്ന് ആ സ്വാമിക്കെതിരെ കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് ഞങ്ങൾ തന്നെയാണ് അതിന്റെ വീഡിയോ ഒക്കെ പുറത്തുവിട്ട്. എന്നിട്ട് അതിൽ ഒരു നടപടി ഉണ്ടായില്ല. അപ്പൊ ഇത് പോറ്റിയെ അവിടെ റെക്കമെൻഡ് ചെയ്തു ആരും അന്വേഷിച്ചാൽ പോരെ? അതൊക്കെ തന്നെ അന്വേഷിച്ചാൽ തന്നെ ഈ കേസ് തെളിയും.
ആരാണ് ഇതിന്റെ ഇടനിലക്കാരെന്നുള്ളത്? ഒരിക്കൽ സ്വർണ്ണമാക്കിയ സാധനത്തെ വീണ്ടും ചെമ്പാക്കുക, പിന്നെ ചെമ്പിന് 30 പവൻ വിജയം തന്നെ പൊതിഞ്ഞു കൊടുത്തതിന്റെ മുകളിൽ സ്വർണം പൂശാനാവില്ല എന്ന് പറയുന്നു വിദഗ്ധര്. അതൊക്കെ തന്നെയല്ലേ നമുക്ക്. അപ്പൊ ഇത് ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ ചെന്നൈ എത്തണമെങ്കിൽ ഏതാണ്ട് 30 ദിവസമായി. അപ്പൊ ഇതിന്റെ ഇടയിൽ കുറെ സാധനങ്ങൾ ആളുകൾ എടുത്തുകൊണ്ട് പോയി. 40 ദിവസമായി. അത് പിന്നെ മൂവാറ്റുപുഴയിൽ, തൊടുപുഴയിൽ ഒരിടത്ത് വന്നു. എല്ലായിടത്തും വന്ന് ഇത് സാമ്പത്തിക ഇടപാട്, ഇവരെല്ലാം സാമ്പത്തിക ഇടപാട് അന്വേഷിച്ചാൽ മതിയല്ലോ. പിന്നെ ഈ വിഷയത്തില് നവോത്ഥാനങ്ങളൊക്കെ വരട്ടെ സാറേ, എല്ലാ മതത്തിനും വരട്ടെ ആൾക്കാരൊക്കെ. എല്ലാ ആൾക്കാർക്കും നവോത്ഥാനങ്ങൾ. പിന്നെ മുസ്ലിം ലീഗ് അത് എന്ന് വെച്ചാല് മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ അതിലെ മറ്റേലേക്ക് ഷിഫ്റ്റ് ആയി പോവോ എന്നുള്ള ആ ഒരു പേടികൾ കൊണ്ടൊക്കെയാണ് ഇത് ഇങ്ങനെ മുസ്ലിം ലീഗിന്റെ ഇത് വരുന്നത്. അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പ് ഇവരുടെ പിന്തുണ, ജമാഅത്തിന്റെ പിന്തുണ UDF-ന് കിട്ടുമെന്നാണോ സന്തോഷ് പറയുന്നത്? UDF ജമാഅത്തിന്റെ പിന്തുണയല്ല, ഏത് പിന്തുണ കിട്ടിയില്ല UDF ജയിക്കും എന്നാണ് എന്റെ. കാരണം എന്ന് വെച്ചാൽ ഭരണം ജനങ്ങൾ പൊറുതിമുട്ടുന്നുണ്ട്. കാരണം നമുക്ക് ഈ മത മേലഭ്യാസന്മാരുടെ അടുത്തും മറ്റേ കുമാരന്റെ അടുത്തും അവരുടെ ഒക്കെ പോകുന്നത് നമുക്ക് മറ്റുള്ള മാധ്യമങ്ങളിലൂടെ അറിയാലോ. പക്ഷെ ജനങ്ങൾ അനുഭവിക്കുന്നവർ ജനങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എല്ലാം ഈ സമുദായ സംഘടനകളുടെ തിണ്ണനിറങ്ങില്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾ വലിയ വായിൽ പറയുമ്പോഴും എല്ലാവരും ഇതിന്റെയൊക്കെ പുറകിൽ തന്നെ അല്ലേ? അതെ, ഇതിന്റെ പുറകിൽ തന്നെ. എന്തിനാണ് ഇത്? കാരണം ഇവർ പറഞ്ഞ കേൾക്കുന്ന ജനങ്ങളാണോ ഇപ്പോൾ ഉള്ളത്, സമുദായ നേതാക്കൾ? ഇല്ലെങ്കിൽ ഒരു സംഘടനയുടെ മൊത്തം വോട്ട് ആ സമുദായ നേതാവിന്റെ എഴുതി കൊടുത്തിട്ട് അയാളാണ് ആ പെട്ടി അവിടെ കൊണ്ടുകൊടുക്കുന്നത് നമുക്ക് പിന്നെയും പറയാം. ഈ ജനങ്ങളല്ലേ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന വോട്ട് ആർക്കാന്ന് പോലും അറിയാത്തൊരു കാലം. ആരാണ് ഇത് ചെയ്യുന്നത്? അതൊക്കെ ചിന്തിക്കേണ്ട. ഇതായി ഈ വരുന്ന പാർട്ടികൾ സമുദായ നേതാക്കളെ ഒഴിവാക്കി. ഏത് പാർട്ടിയാണ് ജയിച്ചില്ലെങ്കിൽ ജയിച്ചില്ല എന്നേ ഉള്ളൂ. ശരി, അപ്പോൾ നമുക്കിന്ന് സമയം ധാരാളം ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കിങ്ങനെ ലൈനിൽ കുറച്ച് ആളുകൾ നിൽക്കുന്നു. ഓക്കെ, ഏതായാലും വളരെ സന്തോഷം ചെറുവത്തൂരിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ സന്തോഷ്മാരുടെ എണ്ണം കൂടുന്നു എന്നത് സന്തോഷകരമായ ഒരു കാര്യമായി തന്നെ നമുക്ക് കണക്കാക്കാം. കമാൻഡർ മാത്യു എന്നോടൊപ്പം ചേരുന്നു ബോംബെയിൽ നിന്ന്. കമാൻഡർ മാത്യു. ഹായ് മനു, ഹൗ ആർ യു? ഗുഡ്. അവിടുത്തെ നവരാത്രി ആഘോഷങ്ങളൊക്കെ ഗംഭീരമായിരുന്നിരിക്കും അല്ലേ? മനു, ഇത്രയും ഭംഗിയായിട്ട് നവരാത്രി മഹോത്സവം ഒരു ഇഷ്യൂസും ഇല്ലാതെ ഭംഗിയായിട്ട് കഴിഞ്ഞു. എല്ലാം നല്ല ചിട്ടയായിരുന്നു. റോഡുകളൊക്കെ നല്ല ഡീസന്റ് ആയിരുന്നു. ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഇതിലെല്ലാ ദിവസവും നവരാത്രി ഒക്ടോബർ 2 കൂടെ വന്നുകൊണ്ട് ക്ലീൻ സിറ്റി എന്ന് വേണേ നമുക്ക് പറയാം. അത്ര ക്ലീൻ ആണ്. അപ്പൊ ഒരു ഗാന്ധിജി വിഭാവനം ചെയ്ത വളരെ ക്ലീൻ ഇന്ത്യ അല്ലെങ്കിൽ സ്വച്ഛ് ഭാരത് ഒത്തിരി ഇഷ്ടപ്പെട്ട കാര്യം. നല്ലതായിരുന്നു. എല്ലാം പൂക്കളും ബന്ദിപ്പൂക്കളും കൊണ്ടൊക്കെ ഒരു നല്ല അലങ്കാരമായിരുന്നു. നല്ലതായിരുന്നു. ഈ പ്രത്യേകിച്ച് ഈ വിഷയം വന്നപ്പോഴേ നമ്മൾ ഒരു ചെറിയ കാര്യം ഞാൻ ആലോചിച്ചതേ, ഈ 2025 ഈ നമ്മുടെ നിലമ്പൂർ ഇലക്ഷന്, നമ്മുടെ ആര്യാട് ഷൗക്കത്തിന്റെ ഇലക്ഷന് ഈ ശരിക്കും പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി ഇവർക്ക് UDF-ന് പിന്തുണ കൊടുത്തിരുന്നു. മനുവിന് അറിയാമല്ലോ. ആ സമയത്ത് ഈ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇത് പുറത്തുനിന്നുള്ള ഒരു പിന്തുണയാണ്, ഞങ്ങൾ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയില്ലെന്നൊക്കെ ഇവരന്ന് സംസാരിച്ചത്. അപ്പം ഇതിനെ ആ സമയം തന്നെ ഇടതുപക്ഷം പ്രത്യേകിച്ച് CPM ഒക്കെ പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങള് വർഗീയ മതാധിഷ്ഠിത ശക്തികളുമായിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ കൂട്ടുകൂടുന്നൊക്കെ പറഞ്ഞപ്പം പിണറായി വിജയൻ തന്നെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് IML-ഉം ജമാഅത്ത് ഇസ്ലാമിയും SDPI-ക്കൊക്കെ ഇങ്ങനെ പിണറായി വിജയൻ കീഴടങ്ങുന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്, ഈ ജമാഅത്ത് ഇസ്ലാമി സോളിഡാരിറ്റി ഇവരെ വെൽഫെയർ പാർട്ടിയുമായിട്ട് എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ഇലക്ഷനുകളിൽ UDF-ന് ഒരു പിന്തുണ കൊടുക്കും. കാരണം എന്ന് വെച്ചാല് അവർക്ക് കോൺഗ്രസ് പ്രത്യേകിച്ച് UDF എന്റെ അഭിപ്രായം പറയുക, IUML-ഉമായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് മാത്രം നിന്നാൽ പോരാന്നുള്ള ധാരണ ഇപ്പം ഈ വെൽഫെയർ പാർട്ടികൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ജമാഅത്ത് ഇസ്ലാമി ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ ഒരു ഇതിലേക്ക് വരാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എന്റെ ഒരു ധാരണയാണ് കേട്ടോ. ഞാൻ ശരിയാവണമെന്നില്ല, പക്ഷെ ഞാനിങ്ങ് പറയുക. കാര്യം ഈ മൗദൂദി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മതപരമായ ഏകത്വത്തിലൂടെ ഐക്യമെന്നാണ് പുള്ളി പറയുന്നത്. ഈ മൗദൂദിയുടെ ഒരു പ്രത്യേക മനു അത് വായിച്ചിട്ടുണ്ടോ അറിയത്തില്ല. പുള്ളിക്കൊരു ബുക്കുണ്ട്, ഞാനത് മൊത്തം വായിച്ചില്ല, കുറച്ച് മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. ആ ബുക്കിന്റെ ഒരു പേരുണ്ട്, ലോ ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞ ബുക്കൊക്കെ ഉണ്ട് പുള്ളിക്ക്. വായിച്ചിട്ടുണ്ടോ മനു? പുള്ളിയുടെ ഒരു ബുക്കുണ്ട്, വലിയ രസം ബുക്ക് വായിക്കും. ഞാൻ മൊത്തം വായിച്ചിട്ടില്ല, എന്നാലും ആ ബുക്കിന്റെ പേര് ലോ ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു ബുക്കൊക്കെ പുള്ളിക്കുണ്ട്. പുള്ളി ഇന്ത്യന്ന് കടത്തിയിട്ടൊക്കെ പുള്ളി അത് കഴിഞ്ഞിട്ട് ന്യൂയോർക്കിലൊക്കെ ആയിരുന്നു. അവിടെ നിന്നൊക്കെയാണ് പുള്ളി പാകിസ്ഥാനിൽ ചെല്ലുകയും അവിടെ ഇസ്ലാം രാഷ്ട്രീയം വേണമെന്ന് പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇസ്ലാം രാഷ്ട്രീയമൊക്കെ ചെയ്തു. നമ്മൾ ഇന്ത്യക്കാർ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ ഒത്തിരി ചിന്തകളുണ്ട് അതിനകത്തിൽ. പല മതങ്ങൾക്കും പല ആശയങ്ങളും ഐക്യ ദുർബലപ്പെടുത്തുന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കൊരു പ്രത്യേക ഐഡിയോളജി ഉണ്ട്. മുസ്ലിംസ് എന്ന് പറയുന്ന ഒറ്റ ഇസ്ലാം രാഷ്ട്രം വേണമെന്നും ഒറ്റ ശരീഅത്ത് നിയമം വേണമെന്നൊക്കെ പറയുന്നെങ്കിലും കേരളത്തിൽ അതൊന്നും നടപ്പ് വരത്തില്ല. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം അത് തന്നെയല്ലേ? അതെ, എക്സാക്ട്ലി.
ഇസ്ലാമിക മനു അത് രാജ്യമല്ലേ? അതെ, അത് അത് നടപ്പിലാകുന്നില്ല എന്നുള്ളതുകൊണ്ട് നയപരമായ ഒരു നീക്കം നടത്തുന്നു. പക്ഷേ ആത്യന്തിക ലക്ഷ്യം ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളെയൊക്കെ തച്ച് തകർത്ത് അവർക്കൊരു ഇസ്ലാം രാഷ്ട്രീയമായിട്ട് കൊണ്ടുവരണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം മനു ഞാൻ പറഞ്ഞുതരാം. ഇപ്പം മനു അറിയാലോ, തുർക്കി അല്ലെങ്കിൽ സൗദി അറേബ്യ, ഇവിടെയൊക്കെ ഞങ്ങളെ ക്രിസ്ത്യാനികളെ മൊത്തം ഞങ്ങളെ തൂത്തുവാരി എറിഞ്ഞു. അവിടെ ഞങ്ങളെ ഒരു കണി പോലും ഇല്ല. സൗദി അറേബ്യ ഞങ്ങൾക്ക് ഒരു കുരിശ് പോലും വെക്കാൻ പറ്റത്തില്ല. തുർക്കി ചെന്നാൽ ഞങ്ങളുടെ ഏൻഷ്യൻ ചർച്ചുകളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അതെല്ലാം മാറി മാറി സിറിയ വന്ന് നോക്ക്, സിറിയയിലെ എല്ലാം പള്ളികളെല്ലാം ഇടിച്ചു പൊളിച്ചു കളഞ്ഞു. അങ്ങനെ എന്തുമാത്രം നമ്മളെ ഹിന്ദുക്കളായാലും മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഒക്കെ ഒത്തിരി ഭാരപ്പെടുന്ന ഒത്തിരി മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുണ്ട്. എനിവേ, അത് നമ്മളായിട്ട് തീരേണ്ട വിഷയങ്ങളല്ല. എങ്കിലും ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ ഇതിപ്പം മനു എടുത്ത സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്, അടുത്ത ഇലക്ഷൻ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് മനു ഇപ്പൊ സെന്റൻസ് പറഞ്ഞ ഞാൻ കൂട്ടി പറയട്ടെ മനു. ഇപ്പം തന്നെ ഈ NSSന്റെ ബഹുദൂരം സമദൂരം ഒക്കെ പറഞ്ഞ് ഈ ജാതി രാഷ്ട്രീയം ഇവർക്ക് പോയി നമ്മൾ അടിമ വെക്കുമ്പോൾ നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ലേ മനു? പറ, നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ലേ? ഇടതുമായിക്കോട്ടെ വലുതായിക്കോട്ടെ NSSന്റെ തിണ്ണ ഇറങ്ങുന്നു, ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ അച്ഛൻ തിരുമേനിമാർ തിണ്ണ ഇറങ്ങുന്നു, ഇപ്പം മുസ്ലിംസിന്റെ അവിടെ പോയി തിണ്ണ ഇറങ്ങുന്നു. പിന്നെ നമ്മളൊക്കെ രാഷ്ട്രീയം നടക്കുന്ന കാര്യം എന്താ? ഈ രാഷ്ട്രീയം കൊണ്ട് എന്താ പറയാൻ? തിണ്ണ ഇറങ്ങിയ പോലെ എങ്ങനെയെങ്കിലും അധികാരം കിട്ടാനായി പാദസേവയും മോതിരം മുത്തരും ഒക്കെ ആയി നടക്കുകയാണ് അല്ലേ? അതെ, വളരെ മോശം മനു. നമ്മൾ പഠിച്ച ഗാന്ധിജി വിഭാവനം ചെയ്ത ഒരു രാഷ്ട്രമുണ്ട്, ഒരു രാഷ്ട്രീയമുണ്ട്. മനുവിനും എനിക്കൊരു രാഷ്ട്രീയമുണ്ട്. നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വോട്ട് ചെയ്യുന്ന ആരും അറിയുന്നില്ല. നമുക്കൊരു കാൻഡിഡേറ്റിനെ ഇഷ്ടപ്പെട്ട് നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട്. മനുവിനൊരു പാർട്ടിയുണ്ട്, എനിക്കൊരു പാർട്ടിയുണ്ട്. ഇത് അങ്ങനെയാണോ? ഒരുത്തിനെ തിണ്ണ ഇറങ്ങിയിട്ട് പറയാം സമദൂരം ബഹുദൂരം, വേറൊരുത്തൻ പറയാം ഞങ്ങൾ ഈഴവരെയല്ലേ നിങ്ങൾ തഴഞ്ഞു, പിന്നെ വേറൊരുത്തൻ പറയാം ഞങ്ങൾ ക്രിസ്ത്യാനിയെ ന്യൂനപക്ഷമാക്കി കളഞ്ഞു. വാട്ട് ഈസ് ദിസ്? ഇത് എന്താ ഈ രാജ്യത്ത് നടക്കുന്നേ? യെസ്, അപ്പോൾ ഇന്ന് ധാരാളം പ്രേക്ഷകരുള്ളതുകൊണ്ടാണ്. ഏതായാലും അവിടെ നവരാത്രിയൊക്കെ സന്തോഷമായി ആഘോഷിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കൂടുതൽ വിശദമായി സംസാരിക്കാം. ശ്രീ ദാസൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പ്രേക്ഷകനാണ്. അതേ ഇടയ്ക്ക് എന്നോട് ദേഷ്യപ്പെടുമെങ്കിലും എന്നെ വളരെയധികം സ്നേഹമുള്ള ഒരു പ്രേക്ഷകനാണ്. അതുകൊണ്ടാണ്. ശ്രീ ദാസൻ, മനു, എന്താണ് ഇത് പറയുന്നത്? നിങ്ങളെ ഈ പ്രദീപ് മനു കൂടെ പറഞ്ഞ ഒരു തെറ്റാണ്. നിങ്ങള് ഈ ബംഗ്ലാദേശിലെ പാർട്ടി ജമാഅത്തല്ല, അവാമി ലീഗ്. അവാമി ലീഗ് അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. പക്ഷേ ഈ അതായത് അവാമി ലീഗ് അവിടുത്തെ രാഷ്ട്രീയ തരത്തിൽ അവിടെ വന്നിട്ടുള്ള പാർട്ടിയാണ്. പക്ഷേ ഈ വിദ്യാർത്ഥികളുടെ കലാപം ഉണ്ടാക്കിയതും അതുമായി ബന്ധപ്പെട്ട് നിലവിൽ സർക്കാരിനെ അട്ടിമറിച്ചതും ഈ ജമാഅത്ത് പിന്തുണയോടുകൂടിയുള്ള ISISന്റെ ബാപ്പയാണ് ജമാഅത്ത് ഇസ്ലാമി. നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ മുസ്ലിങ്ങളെ പറ്റി വിമർശിച്ചാല് ഉടനെ സംഘി അച്ചായി എന്ന് പറയും. BJP-ക്കാരനെ നമുക്ക് വിമർശിക്കാം. അപ്പോ നല്ല മതേതരവാദി. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അങ്ങനെയാണ്. ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് മുസ്ലിങ്ങള് ഇസ്ലാമിക് രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അത് ഈ ലോകം അവസാനിക്കുന്നത് നടക്കൂല. ഈ പൊട്ടവരെ മനസ്സിലാക്കുന്നില്ല. ഒരു അര ഇഞ്ച് ഈ നാട് അനുവദിക്കില്ല മനു. ഓക്കെ, ശരി, വളരെ വ്യക്തമാണ്. അപ്പോൾ ശ്രീ ദാസൻ വളരെ ചുരുങ്ങിയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഉള്ളൊരു അഭിപ്രായം മറ്റാളുകൾക്ക് കൂടി അവസരം കിട്ടണമെന്നാണ്. നല്ല അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് സമയം കിട്ടാതിരിക്കുമ്പോൾ അദ്ദേഹം ദേഷ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, മൊയ്തീൻ കുഞ്ഞ് എന്നോടൊപ്പം ചേരുന്നു കായംകുളത്ത്. മൊയ്തീൻ കുഞ്ഞ്, ശ്രീ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾ ഈ UDFൻ്റെ ഈ നീക്കത്തെ എങ്ങനെയാണ് ഇനി തെരഞ്ഞെടുപ്പിൽ അവരെ ഗുണം ചെയ്യൂ? നമസ്കാരം. നമസ്കാരം. അതായത് ഏത് മതമായിരുന്നാലും ആ മതത്തെ സ്വതന്ത്രമായി വിട്ടുകൊടുക്കുക. അല്ലാതെ ആ മതത്തിൽ കയറി ആരും ഒരു മതത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളും കയറി കൈവയ്ക്കാൻ പാടില്ല. അപ്പൊ ഈ ഇത്തരം ആളുകളുടെ പിന്തുണയൊക്കെ തേടി പോകുന്നത് എന്തുകൊണ്ടാണ് UDF-കാര്? അതാ ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഒരു മതത്തെയും ഒരു രാഷ്ട്രീയ പാർട്ടികളും പോയി കാണുകയോ കേൾക്കുകയോ അവരുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്യാൻ പാടില്ല. മതത്തെ മതമായിട്ട് അങ്ങ് വിട്ടേക്കണം. രാഷ്ട്രീയം വേറെ, മതം വേറെ. പിന്നെ ഈ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ 27% താഴെയുള്ള മുസ്ലിങ്ങളെ ഉള്ളൂ. ഈ 27% മുസ്ലിങ്ങൾ വിചാരിച്ചാൽ ഈ രാജ്യം, ഇന്ത്യ എന്ന മഹാരാജ്യം മുസ്ലിം രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കാനോ അത് ഉണ്ടാക്കിയെടുക്കാനോ സാധിക്കുന്ന ഒരു കാര്യം ഇന്ത്യയിൽ നടക്കുന്നില്ല, കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതല്ലേ ആരോപണം? ഈ കേരളം ഇന്ത്യ അല്ലയോ? കേരളം ഇന്ത്യയിലാണ്, പക്ഷെ കേരളത്തിൽ സാഹചര്യം അതല്ല. ഇനി NSSന്റെ 50 ലക്ഷം ജനങ്ങളുണ്ട്. പിന്നെ ഈ SNDPയുടെ 80 ലക്ഷം ജനങ്ങളുണ്ട്. മുസ്ലിം സമുദായം 40 ലക്ഷമേ ഉള്ളൂ. ഇതും കൂടെ മനസ്സിലാക്കണം. അപ്പൊ പിന്നെ ഏത് രീതി കേരളത്തിൽ നടക്കും? കേരളത്തിൽ 40 ലക്ഷം മുസ്ലിങ്ങളും 80 ലക്ഷം NSS ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. NSS 50 ലക്ഷം.
SNDP 80 ലക്ഷം. മുസ്ലിങ്ങളുടെ എണ്ണം NSSനേക്കാൾ SNDPയേക്കാൾ കുറവാണെന്നാണ് താങ്കൾ പറയുന്നത്. കുറവാണ്. അതെ, കേരളത്തില്. അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും കിടക്കുന്നത് എങ്ങനെയാ? എല്ലാ സംസ്ഥാനങ്ങളിലും ഭയക്കാനില്ല എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? 27% താഴെയുള്ള മുസ്ലിങ്ങളെ ഉള്ളു. ആ 27% വെച്ചുകൊണ്ട് ഒരു രാജ്യം പിടിച്ചടക്കാമെന്ന് വിചാരിക്കുന്ന കാര്യം അത് മഹാ തെറ്റാണ്. അത് നടക്കുന്ന ഒരു കാര്യമല്ല. അത് ഒരു രാജ്യത്തും അത് പറ്റുന്ന കാര്യമല്ല. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ പീതാംബരൻ കൂടി എന്നോടൊപ്പം ചേരുന്നത് പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, കേൾക്കാമോ? ആ, ശ്രീ പീതാംബരൻ കുറച്ച് ദിവസമായി വിളിച്ചിട്ട്. ഞാൻ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ എന്താ പക്ഷെ എന്തോ എനിക്ക് ഓർമ്മ കിട്ടിയില്ല. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഏതായാലും ഇന്നലെ വിളിച്ചിട്ടില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, കുറെ ദിവസമായിരുന്നു. ഞാൻ 3-4 ദിവസം പിന്നെ അതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഓർമ്മശക്തിക്ക് എന്തോ പറ്റിയത്. ശ്രീ പീതാംബരൻ, ഞാനിത് കൃത്യമായി ഓർക്കുന്നയാളാണ്. അങ്ങക്ക് എന്നെ ഓർമ്മയില്ല, അതാ പ്രശ്നം. മുമ്പ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വിളിച്ചില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, അപ്പൊ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറയേ, ഇവിടെ ഈ സാമുദായിക സംഘടനകൾ, അതായത് അത് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് ശരിയല്ല. ഇതൊരു മതേതരത്വ രാജ്യമാണ്. എല്ലാ മതങ്ങൾക്കും സമുദായങ്ങൾക്കും സമുദായം വളർത്താം, അവരുടെ അണികളെ അവർക്ക് കൊണ്ടു നടക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നല്ലതാര് ചെയ്യുന്നു, അവർ ജാതി മതമൊന്നുമില്ല. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പൊ എൻ്റെ ഇപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ ശശിധരൻ വയലാർ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം ആയിട്ട് സംസാരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. ശ്രീ ശശിധരൻ, നമസ്കാരം. നമസ്കാരം. അപ്പൊ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഹാപ്പിയായി ഇരിക്കുകയാണല്ലോ അല്ലേ? ഇന്നലെ കുത്തി ഒരു 50 മിനിറ്റ് കുത്തി എന്റെ വിരല് പോയിരിക്കുകയാണ്. ഇപ്പൊ വിരലാപ്പാട് അനക്കാൻ പാടില്ല. അതെന്താ മറ്റേ ഈ നമ്മൾ ഇന്നലത്തെ വിഷയം ബിഗ് ബോസ് ആയിരുന്നല്ലോ, അപ്പൊ അങ്ങ് അതിനകത്ത് എനിക്ക് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അത് കാരണം അത് പറയാനും പറ്റിയില്ല. അപ്പൊ ശ്രീ ശശിധരൻ ബിഗ് ബോസ് കാണുന്നയാളാണോ? അല്ലല്ല, ഞാൻ അതിനെ ഏറ്റവും വെറുക്കുന്നതാണ്. അത് കാണാതെ എങ്ങനെ വെറുക്കാൻ പറ്റും? കാണുന്നില്ല എന്ന് അല്ല, ഞാനിത് ഇതിനകത്ത് ഈ ഫേസ്ബുക്കിൽ ഈ അഭിപ്രായം വരുന്നതുകൊണ്ട് ഞാനിത് ഇടയ്ക്ക് ഒന്നും ഇച്ചിരി ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ കാണുന്നത് മുഴുവനും ഒരുമാതിരി പറയാൻ പോലും പറ്റാത്ത കുറെ കാര്യങ്ങൾ. അത് വിട്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലോട്ട് പോകാം. കാരണം പറഞ്ഞാൽ എനിക്കിത് പറയാനുള്ളത്, ഇവിടെ ഇപ്പൊ ഈ വർഗീയം എന്ന് പറയുന്ന ഒരു ഇടപാട്, അത് കൈകാര്യം ചെയ്യാത്ത ഏതെങ്കിലും ഒരു മുന്നണി ഉണ്ടോ? ഇല്ല, മുന്നണികളില്ല. പക്ഷേ ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നിപ്പോൾ ഈ മതസംഘടനകൾ, ഈ സാമുദായിക സംഘടനകളും ഒക്കെ ഉണ്ട്. പക്ഷെ അതുപോലെയാണോ ഈ ഇസ്ലാമിക രാജ്യം സ്വപ്നം കാണുന്നവർ എന്നൊരു ഒരു ചോദ്യമാണ് എനിക്കുള്ളത്. ഇപ്പോൾ NSS ഉണ്ട്, അത് ആ സമുദായത്തിന്റെ പരിഷ്കരണത്തിന് വരുന്നു. SNDP നമുക്കറിയാം, കുമാരനാശാൻ ഉൾപ്പെടെയുള്ളവർ. ഇന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയല്ലേ? ഇന്നത്തെ വിഷയം ജമാഅത്തെ ഇസ്ലാമിയാണോ? അതെ. ഇവര് ഇടതുപക്ഷത്തിന് ഏതെങ്കിലും കാലത്ത് പിന്തുണ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് അവര് പറയുന്നത് കേട്ടോ. അന്നേരം വൈറ്റ് പെയിന്റ് അടിച്ചവരാണ് ഇവര്. അപ്പൊ ഇത് വൈറ്റ് പെയിന്റ് സ്റ്റോക്ക് ഉണ്ട്. ഞങ്ങളുടെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ വൈറ്റ് പെയിന്റ് അടിച്ച് നല്ല പ്യൂർ വൈറ്റ് ആക്കി കളയും. ശരി, അപ്പുറത്തോട്ട് പോയാൽ ഏത് കക്ഷിയും തനി പച്ച വർഗീയമാണ്. ആ നിലപാടാണ് തെറ്റ്. ഇവർ രണ്ടു കൂട്ടരും ഇത് ഒരു രാജ്യസംഘടനയും പോകാതെ പക്ക രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കണ കാലം എന്ന് വരുന്നോ അന്ന് മാത്രമേ ഇവരെ രാഷ്ട്രീയ വർഗീയ വിമുക്തമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. എന്റെ പച്ച അഭിപ്രായം അതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ 2 വർഷത്തെ കുറ്റം പറയുന്ന ആളാണ്. പക്ഷേ എന്റെ വ്യക്തമായ അഭിപ്രായം, 2 കൂട്ടരും ഇത് തള്ളിക്കളയാൻ തയ്യാറാകാത്തിടത്തോളം കാലം ഞങ്ങൾക്കോട്ട് വരുമ്പോ ക്ലിയർ, പക്ക ക്ലിയർ. അപ്പുറത്ത് പോകുമ്പോ വർഗീയം. അതാണ് അവസരവാദ രാഷ്ട്രീയം. ഇത് തോന്നുന്നു, ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ബാലകൃഷ്ണൻ വടകരയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ബാലകൃഷ്ണൻ, കേൾക്കാമോ? ഓക്കെ, ശ്രീ ബാലകൃഷ്ണൻ ടെലിഫോൺ എന്താ സംഭവിച്ചു? മോഹൻ കണ്ണൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരും. ശ്രീ മോഹൻ പിന്നെ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? കേൾക്കാമോ? എല്ലാ ദിവസവും ട്രൈ ചെയ്യാറുണ്ട്, കിട്ടാറില്ല. ഇന്നലത്തെ വിഷയത്തിനെ പറ്റിയിട്ട് അതെന്താണ് ഈ ശ്രമിക്കുമ്പോൾ കിട്ടുന്നില്ല? എൻഗേജ് ടോൺ വരികയാണോ? അത് അടച്ചിട്ടെടുക്കുക? ഇന്നലെ 2 പ്രാവശ്യം കണക്ട് ചെയ്തു, പക്ഷെ എനിക്ക് ഇത് കണക്ട് ചെയ്തില്ല. ഇന്ന് 2 പ്രാവശ്യം കണക്ട് ചെയ്ത് 3-ാമത്തെ പ്രാവശ്യം കിട്ടി. അപ്പൊ ശ്രീ മോഹൻ നമ്മുടെ ബിഗ് ബോസ് കാണുന്ന ആളാണ് അല്ലേ?
ബിഗ് ബോസ് അല്ല, എന്റെ വീട്ടിലെ മകളും വൈഫൊക്കെ ചിലപ്പോ കാണും. അപ്പൊ ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയും. അവരോട് ഞാൻ ചോദിക്കാറുണ്ട്, ഇതിന്റെ അകത്ത് എന്താണ് ഒരു സന്ദേശം, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, ഒരു കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും സന്ദേശം കിട്ടുന്നുണ്ടോ? അപ്പൊ വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞ കാണുന്നത് എന്താ? അത് അവരെന്താന്നല്ല, ഇത് എനിക്ക് അറിയില്ലല്ലോ. നമ്മുടെ വീട്ടിലെ ആളുകൾ ഇത് വളരെ ഒരു ഗൗരവത്തോടെ കാണുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കണ്ടേ ശ്രീ മോഹൻ? അല്ല, ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്, അവരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് അവർ യൂട്യൂബിൽ, ഞാൻ ഇപ്പൊ ടി വി കാണുകയാണെങ്കിൽ അവർ യൂട്യൂബിലും മൊബൈലിലോ മറ്റൊക്കെ കാണും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇത് എന്താണ് അതിലൊരു സന്ദേശം? അവരെന്താ പറയുന്നത്? അവര് ചിരിച്ചിട്ട് പറയും, ആള് പറയും ചിരിച്ചിട്ട് പറയും, വെറുതെ ചുമ്മാ ഒരു ടൈം പാസ്. അപ്പൊ ഞാൻ ഇത് തുടങ്ങിയത് എനിക്കൊന്ന് ഞാൻ ശ്രീ മോഹനോട് ചോദിക്കുന്നത്, എല്ലാം നമ്മളിങ്ങനെ ഭയങ്കര അതീവ ഗൗരവമായിട്ട് ചിലതൊക്കെ ടൈം പാസ് ഇല്ലേ, നമ്മളിപ്പോ പലതും കഴിക്കുന്നു. അപ്പൊ എല്ലാം പോഷക മൂല്യമുള്ള ഇതല്ലല്ലോ. നമ്മൾ ഇടയ്ക്ക് നമ്മൾ കേക്ക് കഴിക്കും, പിന്നെ മധുരം കഴിക്കും, അതൊക്കെ ചിലപ്പോൾ ശരീരത്തിന് ഇതായിരിക്കും. പക്ഷെ ഇതൊക്കെ വേണ്ടതേ, എന്നാലല്ലേ ഇതൊരു രസമുള്ളൂ. അല്ല, വേണം. ഞാൻ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അത് നമുക്കൊരു മെസ്സേജ്, എന്തെങ്കിലും ഒരു സമൂഹത്തിന് ഒരു മെസ്സേജ്, നല്ലൊരു മെസ്സേജ് അവകാശപ്പെടുന്നില്ലല്ലോ. ബിഗ് ബോസ് ആരെങ്കിലും പറയുന്നുണ്ടോ, അത് സംഘാടകരോ അവതരിപ്പിക്കുന്നവരോ, ഇതാ നല്ലൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടാനത് കാണും? അല്ലല്ല, നമ്മൾ അതിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടില്ല ആരെങ്കിലും. ഇപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മളൊരു സിനിമ കാണുന്നു, അതിലെന്ത് മെസ്സേജ് ഇല്ലാത്ത സിനിമയും നമ്മൾ കാണുന്നില്ല. ഒരു മെസ്സേജ് അതിന്റെ അകത്ത് വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള മെസ്സേജുകളുണ്ട്, വളരെ ടെറിബിൾ ചില, എന്താ പറയാ, അപകടം പിടിച്ചിട്ടുള്ള ചില മെസ്സേജുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ ഉൾക്കൊള്ളാം. അപ്പൊ ഞാനിവര് കണ്ടിന്യൂസ്ലി അതിന്റെ അകത്ത് പങ്കെടുക്കുന്നവരെ പറ്റിയിട്ട്, ഇത് തുടങ്ങിയത്, ഇന്ത്യയിൽ തുടങ്ങിയത് അമിതാഭ് ബച്ചനായിട്ടായിരുന്നു. അന്ന് അതിനകത്ത് സെലിബ്രിറ്റികളൊക്കെ കൊണ്ടുവന്നിട്ട്, ഇതുമല്ല അവര് പ്രത്യേക ഒരു സ്ഥലത്ത് വന്ന് അവര് പിന്നെ പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാതെ, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ, അപ്പൊ അവരുടെ ഹാർഡ്ഷിപ്പും അതിന്റെ ഒരുപാട് എങ്ങനെ ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാർ, അമിതാഭ് ബച്ചനെ പോലുള്ള ആൾക്കാർ. അമിതാഭ് ബച്ചൻ ഉണ്ടായിരുന്നോ ബിഗ് ബോസിൽ? എനിക്ക് അറിയില്ല. ബിഗ് ബോസ് തുടങ്ങിയത്, ഇത് ആദ്യം തുടങ്ങിയത് മഡ്രോക്കിന്റെ ഇത് യൂറോപ്പിലായിരുന്നു. അതെനിക്കറിയാം. അവിടെ നമ്മുടെ ഒരു വംശീയ അധിക്ഷേപം നമ്മുടെ നടിക്കെതിരെ ഉണ്ടായി എന്ന് പറഞ്ഞാണ്. ഇതൊക്കെ ഞങ്ങളൊക്കെ ആദ്യം ശില്പ ഷെട്ടി ആണല്ലോ പറയുന്നത്, അവർക്കെതിരെ ഒരു വംശീയ അധിക്ഷേപം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ്. അത് ബിഗ് ബ്രദറാണ് അല്ലേ, ബിഗ് ബ്രദർ ഷോ. അതേപോലെ തന്നെയായിരുന്നു അത്. ഇത് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു അമിതാഭ് ബച്ചനായിരുന്നില്ല ഇത് തുടങ്ങിയത്. അമിതാഭ് ബച്ചൻ കോൻ ബനേഗ കരോർപതി അല്ലല്ല, അത് കോൻ ബനേഗ കരോർപതി അല്ല. ഇത് തുടങ്ങിയത് മനു വന്നാൽ അന്വേഷിച്ചു നോക്കണം. നെക്സ്റ്റ് വിളിക്കുമ്പോൾ എന്നോട് പറയണം. ഞാൻ ഇപ്പൊ ടൈം ഉണ്ടെങ്കിൽ ഞാൻ അന്വേഷിക്കും. അപ്പൊ അതുകൊട്ടെ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. പിന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് അതൊക്കെ ഈ മുസ്ലിം സംഘടനകളുടെ ഇതാണല്ലോ. അപ്പൊ ഈ ഇന്ത്യയിലില്ല, അല്ലെങ്കിൽ കേരളത്തിലില്ല മുസ്ലിം സംഘടനകള് ഇന്ന് വരെ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുത്തിട്ടില്ല. അത് പിന്നെ മുസ്ലിങ്ങളായാലും ശരി, ക്രിസ്ത്യാനികളായാലും ശരി, ഇന്ന് വരെ ഈ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കാറില്ല. ആരാ വോട്ട് കൊടുക്കുന്നത്? ഈ പണ്ട് NSS പറഞ്ഞ പോലെ നശിച്ച നായരും ഇതിൽ സമുദായം നില തെറിച്ച പോയ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മാത്രമേ ഇവർക്ക് വോട്ട് കൊടുക്കാറുള്ളൂ. അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയില്ല, അവരെ വോട്ട് കിട്ടാറില്ല. ജമാഅത്തെ ഇസ്ലാമി കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്തിട്ടില്ലെന്നാണ് അങ്ങ് പറയുന്നത്? ഇല്ല, അവര് കൊടുക്കാറില്ല. അങ്ങനെയല്ല. അതിൽ ശ്രീ മോഹൻ, അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഈ കഴിഞ്ഞ 3 പതിറ്റാണ്ട് ജമാഅത്തെ ഇസ്ലാമിയായി സംസാരിക്കുകയും പിന്തുണ വാങ്ങുകയും അതിൻ്റെ വോട്ടിൻ്റെ പിൻബലത്തിൽ ജയിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് CPM എന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബ് റഹ്മാൻ പറഞ്ഞ അങ്ങക്ക് ഓർമ്മയില്ലേ? അത് അവർ പറയുന്നുണ്ടാവും. പക്ഷെ അവര് തന്നെ ഈ മുജീബ് റഹ്മാൻ പോലും ഈ CPM-ന് വോട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. അത് അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, അവരുടെ ഇവിടെ വളരാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം. പക്ഷെ പിന്നെ നിങ്ങൾ പോയി ചർച്ച ചെയ്തത് എന്തിനാണ്? പോയി ചർച്ച CPM പോയി ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ പല ഘട്ടത്തിലും. CPM ചർച്ച ചെയ്താണ്. ഞാൻ ഇവരൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. CPM-നെയോ കോൺഗ്രസിനെയോ ഈ ജമാഅത്തിനെയോ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, CPM-ന് പോലും അറിയില്ല ഈ പിന്നെ മുസ്ലിം സംഘടനകൾ ഇവർക്ക് ഇന്ന് വരെ വോട്ട് ചെയ്തിട്ടില്ല. ഇതിനെ പറ്റിയൊക്കെ ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളാണ്. പക്ഷെ അവര് അവകാശപ്പെടുന്നത് ഞങ്ങൾ 3 പതിറ്റാണ്ട് വോട്ട് ചെയ്തെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയുന്നത്. ഈ പറയുന്ന അമീർ പോലും ഇതുവരെ വോട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. അവരുടെ ഉദ്ദേശം എന്താണ്, ഇവിടെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇതുണ്ടാക്കുക എന്നില്ല. അത് ആരുടെ കൂടെയൊക്കെയാണ് കൂടുക, അവരുടെ ആൾക്കാരെ അവരുടെ ഇത് കൂട്ടുക, ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം. അല്ലാതെ അവരിവിടെ ജനാധിപത്യം വളരണമെന്നോ അല്ലെങ്കിൽ മതേതരത്വം വളരണമെന്നൊന്നല്ല. അവരൊക്കെ വർഗീയവാദികളാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള ഈ പിന്നെ BJP-ക്കാർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായത് കൊണ്ടാണ് നമുക്ക് ഒരു ഇടവേള എടുത്തിട്ട് ശ്രീ മോഹൻ ഉണ്ടല്ലോ, നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും സംസാരിക്കാം. എനിക്ക് ചെറിയ ഇടവേള അനിവാര്യമാണ്. പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്.
മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ, അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മൾ. യെസ്, അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോട് ചിലർ പറയുന്നു കോൺഗ്രസിൻ്റെ അധപതനമാണെന്ന് പ്രമോദ് എന്നാണ് പറയുന്നു. ജമാഅത്തെ സതീശൻ കോൺഗ്രസ് മുക്ത് കേരളമാക്കും എന്നൊക്കെ, കോൺഗ്രസ് മുക്ത് കേരളം ആക്കും സതീശൻ കേരളത്തെ എന്നാണ് പറയുന്നത്. ഓക്കെ. അരവിന്ദൻ പറയും ജയറാം പാവമാണെന്ന് പറയുന്നു. ഓക്കെ. രഘുനന്ദനൻ തിരുവല്ലവാരം പറയുന്നു ജമാഅത്തെ ഇസ്ലാം LDF സപ്പോർട്ട് ചെയ്താലും LDF ദോഷം വരില്ല, കാരണം LDF വികസനത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നാണ് തിരുമുല്ലവാരം പറയുന്നു. ഓക്കെ. അപ്പോൾ അരവിന്ദൻ പറയുന്നു വോട്ട് ചെയ്തവർ ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ മോഹനുള്ള മറുപടിയാണ് കണ്ണൂരിൽ. പിന്നെ താങ്കൾ വോട്ട് ചെയ്തില്ല എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ ജമാഅത്തെ ഇതിനിടയിൽ എന്നോടൊപ്പം ജയകുമാർ ചേർന്നിട്ടുണ്ട് കേട്ടോ. ജയകുമാർ പറയുന്നത് നമസ്കാരം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ജയകുമാർ എനിക്ക് കുറച്ച് വിഷ്വൽസൊക്കെ അയച്ചു തന്നിരുന്നു. അദ്ദേഹം വീട്ടിൽ വലിയൊരു കർഷകനൊക്കെയാണ്. അപ്പോൾ കൃഷിയുടെ കുറച്ച് വിഷ്വൽസൊക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു. അദ്ദേഹം പൂക്കളൊക്കെ കൃഷി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ജയകുമാർ ഒരു വലിയ ഒരു ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന ഒരാളാണ്. പലതരം ഫലങ്ങളും ഒക്കെ അദ്ദേഹം അവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ പൊതുവേദി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണം എന്ന് ഞാൻ വിചാരിക്കാം. കാരണം ഇത്തരം ഒരു താല്പര്യം നമ്മുടെ ഒരു പ്രേക്ഷകനുണ്ട്. അത് എനിക്ക് തോന്നുന്നത് നല്ലൊരു താല്പര്യമാണ്. കാരണം
ഇത് ഒഴിവ് സമയങ്ങളൊക്കെ ഇങ്ങനെ ചെടികളും ഒക്കെയായി പങ്കിടുന്നത് വളരെ നല്ലൊരു ചിലരിതൊരു വ്യവസായമായി തന്നെ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സൊക്കെ കച്ചവടം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ജയകുമാർ കച്ചവടം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം ഇതൊക്കെ വളർത്തുന്നു, സ്നേഹത്തോടെ പരിലാളിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു രസകരമായ കാര്യം. ഇതോടൊപ്പം എനിക്ക് കുറച്ച് ഫോട്ടോസും ഒക്കെ അയച്ചു തന്നിരുന്നു. നമുക്ക് ആ ഫോട്ടോസും ഒന്ന് കാണാം. പലതരം ഫ്രൂട്ട്സൊക്കെയാണ്. അപ്പോൾ ഇത് എന്താ പലതരം ഫലങ്ങളാണ്. ഇത് എന്തൊക്കെയാണെന്ന് പലതും എനിക്കറിയില്ല, എങ്കിലും ഒക്കെ കൊള്ളാം എന്നാണ് തോന്നുന്നത്. അപ്പോൾ പൈനാപ്പിളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, ജയകുമാറിന് നല്ല ഒരു വരുമാനം ഇതിലൂടെ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം ഓറഞ്ചാണ് അതൊക്കെ കൃഷി ചെയ്യുന്നതുകൊണ്ട്, നാരങ്ങയും ഒക്കെ കൃഷി ചെയ്യുന്നു. ഇത് ഓർക്കിഡ് പൂക്കളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ പൊതുവേദി പ്രേക്ഷകൻ ജയകുമാർ നമ്മൾ വിചാരിച്ച പോലെയല്ല, ആള് ഒരു മിടുക്കനാണ്. അപ്പോൾ ഇന്ന് യൂട്യൂബിൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ അരവിന്ദൻ എന്നോട് പറയുന്നത് ഞാനിതുപോലെ അയച്ചു തരാം, എനിക്ക് നമ്പർ തരൂ എന്നാണ് പറയുന്നത്. അരവിന്ദൻ, ഞാൻ നമ്പർ തരാം. അപ്പോൾ അരവിന്ദൻ്റെ കയ്യിലും ഇതുപോലെ ചെടികളുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊതുവേദി പ്രേക്ഷകർ അങ്ങനെ പലതരം ചെടികളുമൊക്കെ കാണുന്നവരാണ്. അപ്പോൾ അതാണ് ജയകുമാറിൻ്റെ തോട്ടം. അപ്പോൾ എന്നോടൊപ്പം സുകുമാരൻ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സുകുമാരൻ, കേൾക്കാമോ? ഇതെന്താണ് ശ്രീ സുകുമാരൻ, ഈ രാഷ്ട്രീയ ചിന്തകളൊക്കെ ഇങ്ങനെ ജാതി മത വർഗ രീതികളിലേക്ക് നീങ്ങുമ്പോൾ അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ഏത് തരത്തിൽ ബാധിക്കും? മൗദൂദി ഒരു നവോത്ഥാന നായകനായി അവതരിപ്പിക്കപ്പെട്ടാൽ കേരളം അംഗീകരിക്കുമോ ശ്രീ സുകുമാരൻ? അംഗീകരിക്കാൻ സാധ്യതയില്ല സാറേ, അത് അംഗീകരിക്കാൻ സാധ്യതയില്ല. എന്ത് തന്നെയാലും ഓക്കെ, ഇത് സാറേ ഇതെന്ന് പറഞ്ഞാൽ ഈ വെറും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ജീവിതം മാത്രമാണ്. ഇവരെ നേതാക്കന്മാർ ജീവിക്കേണ്ട ഒരൊറ്റ വരുമാനം മാത്രമാണ്, അല്ലാണ്ട് വേറെ ജനങ്ങളോട് യാതൊരു പ്രതിബന്ധവുമില്ല. വേറെ ജാറൊന്നുമില്ല. പിന്നെ സാറിന്റെ ഒരു നമ്പർ എനിക്ക് അയച്ചു തന്നെ. അന്നൊരു പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞിട്ടേ, അത് സാറിന്റെ നമ്പർ എനിക്കൊന്ന് അയച്ചു തരും. ഇതിൽ ആ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് PCR അവർ നിങ്ങൾക്ക് നമ്പർ തരും എൻ്റെ. ആയിക്കോട്ടെ, ഒന്ന് സാറിന്റെ നമ്പർ കട്ട് ചെയ്യണ്ട, അവർ തന്നോളൂ. ഫോൺ അവിടെ നിന്ന് വിളിച്ച് നിങ്ങളെ കണക്ട് ചെയ്തെടുത്ത് തന്നെ ആ നമ്പർ വാങ്ങിച്ചു. ആയിക്കോട്ടെ, സാറിന്റെ നമ്പർ കൃത്യമായിട്ട് തരണം. എനിക്ക് ഒരു കാര്യം പറയാം. അല്ലെങ്കിൽ പേനയും കടലാസും ഉണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം. എന്നാ സാറ് പറഞ്ഞു ഞാൻ ഇനി എത്തിയ പോരെ ഫോണിൽ? അല്ല, അത്രയും സമയം എടുക്കരുത്, ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. ആയിക്കോട്ടെ. 95678 മലയാളത്തിൽ പറഞ്ഞു സാറേ, ഇംഗ്ലീഷ് പറഞ്ഞില്ല. 95678 95678. അത് നമുക്ക് നിങ്ങൾ അവിടെ നിന്ന് വിളിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനെ സമയം പോകും. ഓക്കെ, ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര. നമസ്കാരം. രാഷ്ട്രീയം മതത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന വലിയ അഭിപ്രായങ്ങൾ നമ്മുടെ പ്രേക്ഷകർ ഉന്നയിക്കുന്നു. അപ്പൊ അങ്ങക്ക് എന്ത് തോന്നുന്നു? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ശിവസേനക്ക് വല്ല ഗുണവും കിട്ടിയോ? കുറഞ്ഞ ടേമിൽ അവിടെ ഭരണവും നടത്തിയല്ലോ കോൺഗ്രസിന്റെ കൂടെ. അത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ശിവസേനയൊക്കെ BJPയുടെ കൂടെയും ഭരിച്ചു, ഇപ്പൊ കോൺഗ്രസിന്റെ കൂടെയായി. ഇപ്പൊ നിങ്ങൾക്ക് പോയപ്പോ അവരോട് ദേഷ്യം വരേണ്ട കാര്യം എന്തോന്നിരിക്കും? അതിലൊരു വിഭാഗം നിങ്ങളോട് വന്നിട്ടുണ്ടല്ലോ. അല്ല, BJP വർഗീയവാദികളല്ലേ സാർ? ആണോ? അവർക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞില്ലേ, പ്രത്യേകിച്ച് MD ഗോവിന്ദൻ. ശരി, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഇവരെന്താ സാർ പറയുന്നത്? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ലാന്ന് പാകിസ്ഥാനിൽ പോയി പ്രസംഗിച്ച സുലൈമാൻ സേഫിന്റെ അയ്യന്നല്ലേ കൂടിയാണുള്ളത്? ആരെ കൂടിയാണുള്ളത്? ആരെ കൂടിയാ സാർ ഉള്ളത്? പക്ഷെ കോൺഗ്രസിന്റെ കൂടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് പണം കിട്ടണേ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് വേണ്ടേ? അധികാരത്തിൽ വരില്ല കോൺഗ്രസ്. ശരിയാ. ശ്രീ ബാലകൃഷ്ണൻ വടകര പലപ്പോഴും എന്നോട് പറയുന്നുണ്ട്, അടുത്ത തവണ വീണ്ടും അങ്ങ് BJPക്കാരനായിട്ടും ഈ CPM അധികാരത്തിൽ വരുമെന്ന് ഇങ്ങനെ പറയുമ്പോൾ അതൊരു ആശയക്കുഴപ്പം അവിടുത്തെ അണികളിൽ ഉണ്ടാക്കില്ലേ? അണികളിലല്ല സാർ, അത് ചാണക്യ തന്ത്ര. അമിത്ഷാ ഇതിലെന്താണ് ചാണക്യതന്ത്രം? CPM ജയിപ്പിക്കുന്നതിൽ, അവരവർ ജയിക്കുന്നതിലല്ലേ തന്ത്രം വേണ്ടത്? അത് കാത്തിരുന്ന് കാണാൻ സാർ, എങ്ങനെയാണ് രാഷ്ട്രീയം മാറി മറിയുന്നത്. രണ്ട് സാമുദായിക സംഘടനകൾ LDFന്റെ പക്ഷത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് അമിത്ഷായുടെ തന്ത്രമാ. ഇതൊന്നും പുറത്തു പറയാൻ പാടില്ല. ഞാൻ പിന്നെ ഉത്തരവാദപ്പെട്ട ആളായതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാം. ശരി, എന്തായാലും രഹസ്യമായിട്ടെങ്കിലും എനിക്ക് ആ തന്ത്രം എന്താണെന്ന് പറഞ്ഞു തരണം. ഓക്കെ, അത് കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പിന്റെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ട് എണ്ണുമ്പോൾ താങ്കൾക്ക് മനസ്സിലാവും.
ശരി, ആ വോട്ടെണ്ണി കഴിയുമ്പോൾ നമുക്ക് അന്ന് എന്തായാലും പൊതുവേദി ഉണ്ടാവുമല്ലോ, നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അന്ന് പൊതുവേദി ഉണ്ടാകുന്നല്ലോ സാർ, അന്ന് വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല. ഞാൻ ഇപ്പോഴേ അങ്ങ് എന്തായാലും ഈ പൊതുവേദിയിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഒരാളല്ലേ, നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ആളല്ലേ, അങ്ങ് എന്തായാലും അതിനടുത്ത ദിവസമോ പിറ്റേ ദിവസമോ ഒക്കെ നമുക്ക് സംസാരിക്കാമല്ലോ. നോക്കാം, രണ്ടു മൂന്ന് ദിവസം വെക്കണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാല്. കാരണം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അല്ല വേറെ വിഷയമാണെങ്കിലും നമുക്ക് ആ വിഷയം സംസാരിക്കാമല്ലോ, അങ്ങ് വിളിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാം. ശരി, 75 ചുവട്ടിൽ ഇടതുപക്ഷം അധികാരം മോളിൽ 75 സീറ്റിൽ. ശരി, നോക്കാം. അപ്പൊ ബിനോയ് എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്തു നിന്നാണ്. ബിനോയ്, ഈ ഒരു BJP-കാരനാണ് നമ്മുടെ ബാലകൃഷ്ണൻ വടകര. അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷ അധികാരത്തിൽ വരുമെന്നാണ്. പക്ഷേ ബിനോയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ജമാഅത്തെ നിങ്ങൾ ഇനിയും പിന്തുണയ്ക്കുമോ ബിനോയ്? എന്തുകൊണ്ട് പിന്തുണയ്ക്കാത്ത? എന്തുകൊണ്ട്? ഞങ്ങൾക്ക് ആരുടെ പിന്തുണ കിട്ടിയാലും, ഞങ്ങൾ ജനാധിപത്യമായി ഈ രാജ്യത്ത് വിശ്വസിക്കുന്ന ആരുടെ പിന്തുണ കിട്ടിയാലും അതെങ്ങനെയാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രീയ ചിന്ത ജനാധിപത്യമാകുന്നത് ബിനോയ്? അവരുടെ ഇതുവരെ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞിട്ടില്ലല്ലോ ഇസ്ലാമിക രാഷ്ട്രീയം. അവരുണ്ടെങ്കിൽ തന്നെ അവർ തിരുത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ മനു പറഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് നോക്കുകയായിരുന്നു, അവരെ ഇപ്പൊ അറിയപ്പെടുന്നത് തന്നെ ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് എന്ന് തന്നെയാണ്. അവരുടെ പിന്തുണ അല്ല ഒന്നാമത് നമ്മൾ മേടിക്കുന്നത്. നമ്മൾ മേടിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയാണ്. ഇനി അതല്ല ജമാഅത്ത് ഇസ്ലാമിയിലാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ബൈല, നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന അമീറിനെയോ അവരുടെ ഓൾ ഇന്ത്യ അമീറിനെ വിളിച്ചു നോക്കുക. അവരുടെ ബൈല നിങ്ങൾ പറയുന്നതല്ല, ബഹുസ്വരതയാണ് അവരുടെ ബൈല. ഞാൻ ഇപ്പൊ നോക്കിയാണ് ഇന്ത്യൻ ഭരണഘടനയെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുമോ നമുക്ക്? അല്ലല്ല, അത് തെറ്റ് തിരുത്തി വരുന്നത് വിശ്വസിച്ചല്ലേ പറ്റൂ. തെറ്റ് തിരുത്തുന്നവരെ വിശ്വസിക്കണം. അവർ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ബഹുസ്വരതയാണ് ഞങ്ങളുടെ ഇത്. ഇന്ത്യയുടെ പൈതൃകവും ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തിയാണ് ഞങ്ങളുടെ പ്രവർത്തനം. അവര് ഇസ്ലാമിക രാജ്യം വിട്ടു, മൗദൂദി ആശയങ്ങൾ വിട്ടു. പിന്നെ ഈ മൗദൂദിയെ നവോത്ഥാന നായകൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, അത് എനിക്കറിയാം. അവരുടെ ഇപ്പോഴത്തെ ചിന്തയാണ് ഞാൻ പറയുന്നത്. മനുഷ്യന് മാറാം, അതേ കണക്ക് പല പ്രസ്ഥാനങ്ങൾക്ക് മാറാം. ഞാൻ നിങ്ങളുടെ ഈ ചർച്ച കണ്ടുകൊണ്ട് ഞാൻ ഒന്ന് യൂട്യൂബിലും നോക്കിയപ്പോ അവര് തന്നെ അതിനകത്ത് സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. അവർ ധാർമ്മിക മൂല്യങ്ങളും ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും. അല്ല, അതല്ലാതെ ഇന്ത്യയിൽ ഒരു സംഘടന അങ്ങനെ അല്ലാതെ പ്രവർത്തിക്കാൻ ഞങ്ങൾ ഇസ്ലാമിക രാജ്യമാക്കും എന്ന് പറഞ്ഞ് പ്രവർത്തിക്കാൻ അനുവദിക്കുമോ? അപ്പൊ അത് തന്ത്രപരമായ ഒരു നിലപാടാണ്. ആത്യന്തികമായി അങ്ങനെയുള്ള രാജ്യങ്ങളോട് അവർക്ക് എന്താണ് നിലപാട്? ഇസ്ലാമിക രാജ്യങ്ങളോട് എന്താണ് നിലപാട്? അവർ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അവരുടെ പിന്തുണ വാങ്ങത്തില്ല. പക്ഷെ ഞങ്ങള് പിന്തുണ കഴിഞ്ഞ 30 വർഷം CPM അവരുടെ അമീർ തന്നെ പറയാണ്, മുജീബ് റഹ്മാൻ തന്നെ വന്ന് പറയണം, കഴിഞ്ഞ 30 വർഷം ഞങ്ങൾ CPM-ന് അനുകൂലമായി വോട്ട് ചെയ്ത് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നെന്ന് പറയുമ്പോൾ CPM പോലും ഒന്നും മിണ്ടുന്നില്ല. പിന്നെ സംഘപരിവാർ പറയുന്നത് ഞങ്ങൾ കേൾക്കാറില്ല, BJP പറയുന്നത് ഞങ്ങൾ കേൾക്കാറില്ല. ഇന്നലെ തന്നെ ഗാന്ധി ജയന്തി ദിനത്തില് RSS ഇന്നലെ തന്നെ മഹാത്മാഗാന്ധിജിയെ അംഗീകരിക്കാൻ തുടങ്ങുന്നു. ഇതൊക്കെ വൈകി വരുന്ന വിവേകമാണ് BJP-ക്കും CPM-നും. പക്ഷെ കോൺഗ്രസ് 100 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം ഇന്നലെയാണ് BJP-യും CPM-ഉം പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഞങ്ങൾക്ക് പിന്തുണ തരുമ്പം അത് അവർ കൊള്ളാത്തവരും വർഗീയവാദികളും ഒക്കെയാണ്. പക്ഷെ നാളെ ഇതുവരെ ജമാഅത്ത് ഇസ്ലാമോ ടെലിഫോൺ ലൈൻ എന്തോ പ്രശ്നം പറ്റി. ഓക്കെ, ശരി, വ്യക്തമാണ്. അതിൽ അഭിപ്രായം വ്യക്തമാണ്. കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം ചേരുന്നത് മണിമലയിൽ നിന്നാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇന്ന് ഒരു വലിയ ചർച്ചാ സദസ്സ് നടക്കുകയാണ്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു അഭിപ്രായം എന്ന നിലയിൽ ജമാഅത്തെ പറയുന്നത് മൗദൂദിയെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നവോത്ഥാന നായകനാണ്. നേരത്തെ വി.ഡി. സതീശനും ഏതാണ്ട് അവർക്ക് നല്ലൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അവർക്ക് ഇനി വലിയ പ്രസക്തി ഉണ്ടാകും എന്ന് പറയാനാകുമോ? അവർക്ക് രാഷ്ട്രീയ പ്രസക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ കോൺഗ്രസ് അക്ഷീണം പരിശ്രമിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പൊ ഇടതുപക്ഷം നല്ല രീതിയിൽ കേരളത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു 3ാം ഊഴത്തിലുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട്. കോൺഗ്രസ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ പെട്ട് ഇങ്ങനെ ഉഴലുകയാണ്. അവർക്കിനി വലിയ പ്രതീക്ഷയില്ല. അവർക്കിനി എന്തെങ്കിലും ഒരു താങ്ങായിട്ട് വേറെ എന്തെങ്കിലും വേണമെന്നുള്ളത് കൊണ്ടിട്ടാണല്ലോ അവർ ഈ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയൊക്കെ ആയിട്ട് കൂട്ടുകൂടിക്കൊണ്ടിരിക്കുന്നത്. അവർ കൂട്ടുകൂടാൻ പോകുന്നതല്ല, കൂട്ടുകൂടി കഴിഞ്ഞിരിക്കുന്നു. അത് ഇപ്പൊ UDF-കാർ പറയുന്നത് നിങ്ങൾ 3 പതിറ്റാണ്ടായി കൂട്ടുകൂടി, ഇപ്പൊ കിട്ടാത്തപ്പോ പൊളിക്കുന്നു. ഇപ്പൊ LDF ഇപ്പോൾ SNDP-യെയും അതുപോലെ NSS-നെയും ഒക്കെ അന്ന് തള്ളിപ്പറഞ്ഞവർ ജമാഅത്തെ ഇസ്ലാമിയായിട്ട്
കേരളത്തില് ഇടതുപക്ഷം കൂട്ടുകൂടിയിട്ടേ ഇല്ല. പിന്നെ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു പ്രസിഡന്റിന് വേണ്ടി വോട്ട് ചെയ്തെന്നോ അങ്ങനെയൊക്കെ പറയുന്ന ആരോപണങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ അതിന്റെ റൂട്ട് ഇതിൽ പോയി അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഭയങ്കര തുറന്ന് പറയില്ലേ നമ്മുടെ അവരുടെ അമീർ ചെയ്തത് പി മുജീർ റഹ്മാൻ ചർച്ച നടത്തിയെന്നും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുവെന്നും ഒക്കെ അദ്ദേഹം തുറന്നു പറഞ്ഞതല്ലേ. ആൾക്കാരെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് വലിയ കുറ്റമൊന്നുമല്ല. അവരുമായിട്ട് കൂട്ടുകൂടുന്നുണ്ടോ, അവരുടെ പോളിസി അംഗീകരിക്കുന്നുണ്ടോ, അവരെ ഒരു മുന്നണിയിൽ എടുത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് നോക്കേണ്ടത്. അങ്ങനെ യാതൊരുവിധ പ്ലാനും ഒരിക്കലും ഇടതുപക്ഷത്തിനുണ്ടായിരുന്നില്ല. CPM-നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ LDF-ന് മൊത്തമായിട്ടോ ഉണ്ടായിരുന്നില്ല, ഉണ്ടാവുകയില്ല. അത് വളരെ ശക്തമായി തന്നെ വോട്ട് ബാന്ധവം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അല്ലേ? ഒന്നുമില്ല. അവരുടെ വോട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ജയിച്ചോളാമെന്നും അത് EMS തന്നെ പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു പിന്നെ മതമൗലികവാദിയുടെയും RSS-ഉം ഈ പറയുന്ന സംഘടനകളുടെ ഒന്നും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു പാർട്ടി CPM ആണല്ലോ, ഇടതുപക്ഷമാണല്ലോ. EMS പണ്ടേ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി CPM-ന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണർ ആയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാണ് അവർ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ആരും ഓർമ്മപ്പെടുത്തുന്നത്? അവരുടെ അമീർ പി മുജീബ് റഹ്മാൻ 2004 മുതൽ 2017 വരെയുള്ള കാലത്ത് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം CPM നേതാക്കൾ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സംഘടന പിന്തുണച്ചത് LDF-നെ ആയിരുന്നു. കുറ്റിപ്പുറത്ത് KT ജലീലിന് വേണ്ടി പ്രവർത്തിച്ചു. CPM-ന് ഏതെങ്കിലും പ്രശ്നമുണ്ടായാൽ AKG സെന്ററിൽ നിന്നെടുത്ത് പ്രയോഗിക്കുന്ന ഇപ്പോഴുള്ള ഒരു ക്യാപ്സ്യൂളാണെന്ന് പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിനെ പറഞ്ഞത്. അവരങ്ങനെ പറയുന്നത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി പറയുന്നതാ. അവര് പറയുന്നത് ശുദ്ധ നുണയാണ്, തട്ടിപ്പാണ്. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളും അത് ഇപ്പൊ പ്രവർത്തിക്കുന്ന ആളുമാണ്. ഒരിക്കൽ പോലും ഇതുപോലുള്ള സംഘടനകളുടെ ഒരു വോട്ടും വേണ്ടാന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് CPM. അതെല്ലാ നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പറഞ്ഞത് നമ്മുടെ നിലമ്പൂരെ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നും വോട്ടില്ലെങ്കിൽ ഞങ്ങൾ തോക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ സമുദായ സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട് അല്ലേ? എത്ര വർഷം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാലും RSS-ന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒന്നും വോട്ട് വേണ്ടെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ഒരു ഗതികേടിലാണ്, UDF ഗതികേടിലാണ്. ഇടതുപക്ഷവും പിണറായി സർക്കാരും മൂന്നാം ഊഴത്തിലേക്ക് പോകുന്നത് തടയിടാൻ വേണ്ടി ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കൂടെ കൂട്ടിയാലും നടക്കുമെന്നാണ് അവർ ആലോചിക്കുന്നത്. പക്ഷെ ഒരു രക്ഷയില്ല. കേരളം എന്ന് പറയുന്നത് പ്രബുദ്ധ കേരളമാണ്. ഇതുപോലുള്ള സംഘടനകൾക്ക് രാഷ്ട്രീയ അധികാരം കൊടുക്കാൻ പ്രബുദ്ധ കേരളം ഒരിക്കലും തയ്യാറാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് സമയം അതിക്രമിച്ചുകൊണ്ടാണ്. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റ് 3-4 പ്രേക്ഷകർ കൂടി എന്നോടൊപ്പം ഉണ്ട്. ഒന്ന് ഡേവിഡ് വിജയ് പള്ളുരുത്തി. ശ്രീ ഡേവിഡ് വിജയ് പള്ളുരുത്തി, സമയം അതിക്രമിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ഞാൻ മധുരമായിട്ട് ഒന്ന് വിശദമായിട്ട് പറയണമെന്ന് വിചാരിച്ചത്. പക്ഷേ സതീഷിനെ പോലെ ഇങ്ങനെ ഒരു വ്യക്തി, ഞാനൊരു നവോത്ഥാന നായകനെ ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹം പറയണ കൂട്ട്. എനിക്കറിയാവുന്ന ഒരേ ഒരു നവോത്ഥാന നായകൻ നമ്മുടെ ഗുരുത്തനാണ്. അദ്ദേഹത്തിന്റെ ദശകത്തിന്റെ അവസാന 4 വാക്കുകൾ ഞാൻ വായിക്കാം. ആഴിയിൽ ഞങ്ങൾ ആഴവേ എന്ന് പറഞ്ഞത്. വാഴം നിത്യം, വാഴം സുഖം എന്നാണ് അദ്ദേഹത്തിന്റെ ദൈവദശകത്തിന്റെ അവസാനത്തെ സ്റ്റാറ്റസ് പറഞ്ഞത്. ഇത് കോൺഗ്രസ് ഓഫീസിന്റെ മുമ്പിലും കൊണ്ടുവയ്ക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിന്റെ മുമ്പിലും കൊണ്ടുവയ്ക്കുക. ഏതെങ്കിലും അതായത് ഇങ്ങനെ ഒരു നവോദ്യോട് എന്താ പറയുന്നത്, ഏത് ആളെന്തോ ഒരു നവോത്ഥാന നായകനാണെന്നോ എന്തോ ഒരാളുടെ പേര് മൗജൂദി എന്തോ കേട്ട് പോലും ഇല്ല. രണ്ടുപേരുടെ വെക്കാം. ഞങ്ങൾ ആകവേ എങ്ങനെ ടെലിഫോണിൽ എന്തോ പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഏതായാലും നമുക്ക് വിശദമായി വീണ്ടും ഒരു ദിവസം സംസാരിക്കാം. ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റുന്നു. പ്രകാശൻ കാസർഗോഡ് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. പ്രകാശൻ, കാസർഗോഡ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കാസർഗോഡ് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട്. അപ്പോൾ നമുക്ക് കാഞ്ഞങ്ങാട് ഇപ്പോൾ പ്രേക്ഷകരുടെ ആ പരിസരത്തൊക്കെ ഉണ്ട്. ഇപ്പോൾ തൃക്കരിപ്പൂര്, വെള്ളരിക്കുണ്ട്, ഇവിടെ നിന്നൊക്കെ നമുക്ക് സന്തോഷ് മാറൊക്കെ നമ്മോടൊപ്പം ചേർന്നു. അപ്പോൾ ഇന്നൊരു ഗൗതം അവിടെ നിന്ന് എപ്പോഴും സ്ഥിരം വിളിക്കാറുണ്ട്, അദ്ദേഹത്തെ ഇന്ന് കണ്ടില്ല. ഏതായാലും ശ്രീ പ്രകാശിന് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? ഞാൻ കൺസ്ട്രക്ഷൻ. ഓക്കെ. അപ്പോൾ ശ്രീ പ്രകാശിന് എന്ത് തോന്നുന്നു, ഈ മൗദൂദി രാഷ്ട്രീയം കേരളത്തിൽ ഏതെങ്കിലും മുന്നണിയിൽ ഇടം പിടിക്കുമോ? ശ്രീ പ്രകാശ്, മുന്നണിയിൽ ഇടം പിടിക്കുമെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. കോൺഗ്രസ് ചിലപ്പോൾ കൂട്ടും, സതീഷ് ചിലപ്പോൾ കൂട്ടും. അല്ല, അവര് പറയുന്നത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എല്ലാവരുടെയും പിന്തുണ വേണ്ടേ, അപ്പൊ ആര് തന്നാലും വാങ്ങിക്കും എന്ന് പറയുന്ന അതിനെ അങ്ങനെ കണ്ടാൽ മതിയോ, അതോ അതിനപ്പുറത്തേക്ക് അങ്ങനെ കാണുന്ന എങ്ങനെ? നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ, അത് മറ്റു സ്റ്റേറ്റിലെല്ലാം നടക്കും. നമ്മുടെ കേരളമല്ലേ ഇത്? എല്ലാ വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ, എല്ലാം ചിന്തിക്കുന്ന ആൾക്കാരല്ലേ? അപ്പൊ പ്രകാശൻ CPM കാരനാണല്ലേ?
CPM കാരണം CPM കാരനല്ല അല്ലത് ഇവിടെ ഈ നാട്ടിൽ എന്തെങ്കിലും ഗുണം വന്നിട്ട് CPM കാരനെ കൊണ്ടിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ ഈ നിങ്ങൾ ഇവര് 2011 വരെ നിങ്ങളുടെ ഒപ്പം ആയിരുന്നു ഈ ജമാഅത്തെ എന്ന് പറയുന്നതിന് ജമാഅത്തൊന്നും ഉണ്ടായില്ല. അത് ഏതെങ്കിലും പഞ്ചായത്തിലെങ്കിലും ധാരണ അപ്പുറം നിയമസഭ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ നിങ്ങൾക്ക് പിന്തുണ നൽകിയെന്നാണ് അവരങ്ങനെ എന്തെല്ലാം ഈ വർഗീയ പാർട്ടി എന്തെല്ലാം തട്ടിപ്പോയില്ല സാറേ. അവർക്ക് വേണ്ടത് 4 വോട്ട് എവിടെയെങ്കിലും 4 സീറ്റ് കിട്ടി കുരുമാലാക്കാനല്ലേ. നമ്മളുടെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരില്ലേ ഇപ്പൊ ഈ വാർത്ത എല്ലാ ചാനലിലും ഇപ്പൊ ആർക്കും ഒന്നും ഒളിപ്പിക്കാൻ കഴിയാം. എല്ലാ ചാനലിലും വൃത്തിയായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാര്. അപ്പം ജനങ്ങൾ ചിന്തിക്കില്ലേ ഇപ്പം വിദ്യാഭ്യാസം ഇല്ലാത്ത ആളില്ലല്ലോ. യെസ്. അപ്പോൾ സമയം അതിക്രമിച്ചുകൊണ്ടാണ് വിജയൻ കൂടി ആറ്റിങ്ങൽ നിന്ന് ചേരുന്നത്. ശ്രീ വിജയൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അങ്ങക്ക് എന്ത് തോന്നുന്നു ഈ ജമാഅത്തെ ഇസ്ലാമിയെ കിട്ടാത്ത മുന്തിരി പൊളിക്കുന്ന? യെസ്, ഹലോ, കേൾക്കാം. ഞാൻ ആറ്റിങ്ങലിലെ എഡ്ലോഡ് CAT യൂണിയൻകാരനാണ്. ഞാൻ ഇതേപോലെ ആറ്റിങ്ങൽ കുഴിമുക്കി സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തു. അത് എനിക്ക് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ജപ്തി നോട്ടീസ് വന്നു. ഞാൻ വേണ്ടപ്പെട്ട അധികാരികളൊക്കെ പോയി കണ്ടിരുന്നു. അപ്പൊ അത് ഒന്നും നടപ്പിലായില്ല. അപ്പൊ ഈ ചാനലിൽ ഇതേപോലെ ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ എനിക്ക് ഇതേപോലെ സംസാരിക്കണമെന്ന് തോന്നി. ഹലോ, കേൾക്കാം. നമ്മുടെ ഈ സമയം അവസാനിക്കുന്ന ഘട്ടത്തിലായി പോയി. അങ്ങയുടെ ഒരു വ്യക്തിപരമായ പ്രശ്നമാണ് പറഞ്ഞു വന്നത് അല്ലേ? അതെ 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 അതെ. ഓക്കെ, അത് ഞാൻ അവിടുത്തെ ആറ്റിങ്ങലിലെ നമ്മുടെ പ്രതിനിധിയെ അഭിലാഷുമായി ബന്ധപ്പെടാൻ അങ്ങയോട് പറയാം, അവരോട് പറയാം. ഈ ഫോൺ കട്ട് അവിടെ നിന്ന് PCR എന്ന നമ്പർ വാങ്ങിച്ചാൽ മതി. ഓക്കെ, ശരി. അത് അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ അവിടുത്തെ പ്രതിനിധി അഭിലാഷിൻ്റെ നമ്പർ ചോദിച്ചാൽ ആ PCR തരും കേട്ടോ. ശരി. അപ്പോൾ നമ്മൾ ഈ വിഷയം യൂട്യൂബിൽ നിന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഈ പിന്തുണ UDFന് ഗുണകരമാകുമോ എന്ന ചോദ്യം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ വെച്ചിരുന്നു. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ ഇനിയും പിന്തുണയ്ക്കുമോ എന്ന് ചോദ്യം ഉന്നയിച്ചിരുന്നു. 85% ആളുകൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഈ തെരഞ്ഞെടുപ്പിലും UDFനെ പിന്തുണയ്ക്കും, അത് UDFന് ഗുണകരമാകും എന്ന ഒരു നിലപാടാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.